നമുക്കിനി അടുത്ത റിസൾട്ട് പ്രൂവ് ചെയ്യാം. തിയറം 16.38. And this theorem states that if f is an ultra filter on x and f from x to y is an onto map, then f of f is an ultra filter on y. എന്താണ് ഇപ്പോൾ നമ്മൾ ഒരു രണ്ട് സ്പേസസ് കൺസിഡർ ചെയ്തു. ഇപ്പോൾ എഫ് എക്സിൽ നിന്ന് വൈയിലോട്ടുള്ളൊരു ഓൺ ടു ഫങ്ഷൻ ആണെങ്കിൽ എക്സിലുള്ള ഏത് അൾട്രാ ഫിൽറ്റർ എഫ് എടുത്താലും എഫ് ഓഫ് എഫ് വൈയിലുള്ളൊരു അൾട്രാ ഫിൽറ്റർ ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾക്കറിയാം ഇപ്പം ഒരു ഫിൽറ്റർ എഫ് ഓൺ എക്സ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എഫ് അൾട്രാ ഫിൽറ്റർ ആണുള്ള ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ എന്താണ്? ഫോർ എനി സബ്സെറ്റ് എ ഓഫ് എക്സ് എയ്തർ എ ബിലോങ്സ് ടു എഫ് ഓർ എക്സ് മൈനസ് എ ബിലോങ്സ് ടു എഫ് ആയിരിക്കുക. ഇതിലേതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് എന്താണ്? എഫ് അൾട്രാ ഫിൽറ്റർ. ആൻഡ് ഇത് എല്ലാ എക്കും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ എഫ് അൾട്രാ ഫിൽറ്റർ ആയിരിക്കും. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എഫ് അൾട്രാ ഫിൽറ്റർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ എന്ത് പറഞ്ഞാൽ മതി? വൈയുടെ ഏത് സബ്സെറ്റ് എടുത്തു കഴിഞ്ഞാലും ഏതർ എ ബിലോങ്സ് ടു എഫ് ഓഫ് എഫ് ഓർ വൈ മൈനസ് എ ബിലോങ്സ് ടു എഫ് ഓഫ് എഫ്. ഇതിലേതെങ്കിലും ഒന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഈ എയുടെ ഇൻവേഴ്സ് ഇമേജ് കൺസിഡർ ചെയ്തു, എഫ് ഇൻവേഴ്സ് ഓഫ് എ. ഇഫ് എഫ് ഇൻവേഴ്സ് ഓഫ് എ ബിലോങ്സ് ടു എഫ് ആണെങ്കിൽ എഫ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് എ ഇവിടെ ഉണ്ടായിരിക്കും, എഫ് ഓഫ് എഫിൽ ഉണ്ടായിരിക്കും. ആൻഡ് എഫ് ഓൺ ടു ആയതുകൊണ്ട് എഫ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് എക്ക് ഈക്വൽ ആണ്. സോ എ ബിലോങ്സ് ടു എഫ് ഓഫ് എഫ് എന്ന് കിട്ടി. അപ്പോൾ ഇതല്ല കേസ് എന്ന് കരുതുക. ഇഫ് എഫ് ഇൻവേഴ്സ് ഓഫ് എ ഡസ് നോട്ട് ബിലോങ്സ് ടു എ. അപ്പോൾ എഫ് ഇൻവേഴ്സ് ഓഫ് ഇവിടെ എഫ് ആണ്. ഇവിടെ എഫ് ഇൻവേഴ്സ് ഓഫ് എ ഡസ് നോട്ട് ബിലോങ്സ് ടു എഫ്. അപ്പോൾ എഫ് ഇൻവേഴ്സ് ഓഫ് എ ഡസ് നോട്ട് ബിലോങ്സ് ടു എഫ് ആണെങ്കിൽ ഇവിടെ എഫ് അൾട്രാ ഫിൽറ്റർ ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എഫ് ഇൻവേഴ്സ് ഓഫ് എ എക്സിൻ്റെ ഒരു സബ്സെറ്റാണ്. അത് എഫിൽ ഇല്ലെങ്കിൽ അതിനർത്ഥം എന്താണ്? അതിൻ്റെ കോംപ്ലിമെൻറ്റ് എഫിലുണ്ടായിരിക്കും. സോ എക്സ് മൈനസ് എഫ് ഇൻവേഴ്സ് ഓഫ് എ എവിടെ ഉണ്ടായിരിക്കും? എഫിലുണ്ടായിരിക്കും. ഇനി ഈ എക്സ് മൈനസ് എഫ് ഇൻവേഴ്സ് ഓഫ് എനെ നമ്മൾക്ക് എഫ് ഇൻവേഴ്സ് ഓഫ് വൈ മൈനസ് എ എന്ന് എഴുതാം. അപ്പോൾ ഇത് പ്രകാരം എന്താണ്? എഫ് ഇൻവേഴ്സ് ഓഫ് വൈ മൈനസ് എ എഫിലുണ്ടെന്ന് കിട്ടി. ഇപ്പോൾ എഫ് ഇൻവേഴ്സ് ഓഫ് വൈ മൈനസ് എ എഫിലുണ്ടെങ്കിൽ അതിൻ്റെ ഇമേജായ വൈ മൈനസ് എ, എഫ് ഓൺ ടു ആയതുകൊണ്ട് ഇമേജ് എടുക്കുമ്പോൾ വൈ മൈനസ് എ വരും. എഫ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് വൈ മൈനസ് എ തന്നെ വരും. ഇതെവിടെ ഉണ്ടായിരിക്കും? എഫ് ഓഫ് എഫിലുണ്ടായിരിക്കും. എഫ് ഓഫ് എഫിലുണ്ടായിരിക്കും. സോ ഫോർ എനി സബ്സെറ്റ് എ കണ്ടെയ്ൻഡ് ഇൻ വൈ എയ്തർ എ ബിലോങ്സ് ടു എഫ് ഓഫ് എഫ് ഓർ വൈ മൈനസ് എ ബിലോങ്സ് ടു എഫ് ഓഫ് എഫ് എന്ന് കിട്ടി. സോ എഫ് ഓഫ് എഫ് ഈസ് എൻ അൾട്രാ ഫിൽറ്റർ. നോട്ട് ചെയ്യണേ, ഞാനിവിടെ എഫ് മിസ്സായിട്ടുണ്ട്. അപ്പോൾ വൈയുടെ ഏത് സബ്സെറ്റ് എടുത്തു കഴിഞ്ഞാലും ഒന്നുകിൽ ആ സെറ്റ് തന്നെ എഫ് ഓഫ് എഫിലുണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻ്റ് ഉണ്ടായിരിക്കും. സോ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് നമ്മൾക്ക് എന്ത് പറയാം? എഫ് ഓഫ് എഫ് ഈസ് എൻ അൾട്രാ ഫിൽറ്റർ ഇൻ ഓൺ വൈ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രൂഫ് അവിടെ കംപ്ലീറ്റായി. ഇനി ഞാൻ മുൻപേ ഒന്ന് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ എന്താണ് നെറ്റ്സും ഫിൽറ്റേഴ്സും ഡിഫൈൻ ചെയ്തു. ഇനി നമ്മൾ നെക്സ്റ്റ് എന്താണ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ നെറ്റ് യൂസ് ചെയ്ത് നമ്മളൊരു ഫിൽറ്റർ ജനറേറ്റ് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, ഈ നെറ്റ് യൂസ് ചെയ്തിട്ട് നമ്മളൊരു ഫിൽറ്റർ ജനറേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ നെറ്റ് യൂസ് ചെയ്തിട്ട് ഫിൽറ്റർ ജനറേറ്റ് ചെയ്തെടുക്കുക എന്ന് വെച്ചാൽ എന്താണ് മീൻ ചെയ്യുന്നതെന്ന് നമ്മൾക്ക് നോക്കാം. സപ്പോസ് ദാറ്റ് ദിസ് വൺ ഈസ് എ നെറ്റ് ഓൺ എ സെറ്റ് എക്സ്. ഓക്കെ, ഞാനൊരു നെറ്റ് കൺസിഡർ ചെയ്തു. And for each mu in lambda we define tail following mu. എന്താണ് ഈ tail following mu എന്ന് പറയുന്നത്? which is the set t mu is equal to x lambda such that lambda belongs to mu. എന്താണ് ഈ നെറ്റിലുള്ള എന്താണ് നമ്മളൊരു ടെയിലാണ് ടി മ്യൂ എന്നിവിടെ ഡിനോട്ട് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ടെയിൽ ഫോളോയിങ് മ്യൂ എന്ന് പറയുന്നത്. അതായത് എക്സ് മ്യൂവിന് ശേഷം വരുന്ന എല്ലാ ടേംസിനെയും ചേർത്ത് വെച്ച് കിട്ടുന്ന ആ ഒരു ടെയിൽ പാർട്ട് ഉണ്ടല്ലോ നെറ്റിൻ്റെ, അതിനെയാണ് നമ്മളിവിടെ ടി മ്യൂ അല്ലെങ്കിൽ ടെയിൽ ഫോളോയിങ് മ്യൂ എന്ന് പറഞ്ഞിവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾക്ക് ഈ ഒരു ഡയറക്റ്റഡ് സെറ്റിൽ നിന്ന് ഏത് മ്യൂ എടുത്താലും നമുക്ക് ടി മ്യൂ ഡിഫൈൻഡ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ടി ലാംഡാസിൻ്റെ കളക്ഷൻ എടുക്കുന്നു. കൺസിഡർ ദ സെറ്റ് ടി ലാംഡ സച്ച് ദാറ്റ് ലാംഡ ബിലോങ്സ് ടു ലാംഡ.
വിച്ച് ഈസ് എ ഫിൽറ്റർ ബേസ് ഓൺ എക്സ്. ഇതൊരു ഫിൽറ്റർ ബേസ് ആയിരിക്കുമെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾക്ക് നോക്കണ്ടേ, ഫിൽറ്റർ ബേസ് ആയിരിക്കുമെന്ന് പറഞ്ഞാൽ മാത്രം മതിയോ, പ്രൂഫ് വേണം. അപ്പം ഞാൻ ഈ സെറ്റ് കൺസിഡർ ചെയ്തു. ഇതിൽ നെറ്റിൻ്റെ ടെയിൽസാണ് കളക്ഷനായിട്ട് വരുന്നത്. സോ ക്ലിയർലി ദിസ് സെറ്റ് ഈസ് എ നോൺ എംപ്റ്റി കളക്ഷൻ ഓഫ് നോൺ എംപ്റ്റി സെറ്റ്സ് ആണ്. ഇനി അടുത്തത് എന്താണ് വേണ്ടത്, ഏത് U1 U2 കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും ഈ രണ്ട് സെറ്റ്സിൻ്റെ ഇൻ്റർസെക്ഷനിൽ കണ്ടെയ്ൻഡ് ആയിട്ട് വരുന്നൊരു തേർഡ് എലമെൻറ്റ് ഈ കളക്ഷനിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഞാൻ രണ്ട് എലമെൻറ്റ്സ് കൺസിഡർ ചെയ്തു, T λ1 ആൻഡ് T λ2 ഫ്രം ദിസ് സെറ്റ്. ഓക്കെ, അപ്പോൾ λ1 λ2 എവിടെയുള്ളതാണ്, ഡയറക്റ്റഡ് സെറ്റിലുള്ളതാണ്. അപ്പോൾ നമ്മൾക്കറിയാം ലാംഡ ഡയറക്റ്റഡ് സെറ്റ് ആയതുകൊണ്ട് ഏത് രണ്ട് എലമെൻ്റ് എടുത്താലും അതിനൊരു കോമൺ ബൗണ്ട് ഉണ്ടായിരിക്കും. സോ ദർ എക്സിസ്റ്റ് λ3 ഇൻ ലാംഡ സച്ച് ദാറ്റ് λ1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു λ3 ആൻഡ് λ2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു λ3. ഇപ്പോൾ λ1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു λ3 ആയതുകൊണ്ട് തന്നെ T λ3 കണ്ടെയ്ൻഡ് ഇൻ T λ2 ആയിരിക്കും. ആൻഡ് ഇൻ ദ സെയിം വേ T λ3 കണ്ടെയ്ൻഡ് ഇൻ T λ1 ആയിരിക്കും. So T λ3 is contained in their intersection. അപ്പോൾ എന്ത് കിട്ടി, there exists a third element in this set such that which is contained in this intersection. അപ്പോൾ എന്താണ് ഈ ഒരു കളക്ഷൻ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ഈ ടെയിൽസിൻ്റെ കളക്ഷൻ എന്താണ്, വിച്ച് ഈസ് എ ഫിൽറ്റർ ബേസ് ഓൺ എക്സ് ആണെന്ന് കിട്ടി. ഇനി ഈ ഫിൽറ്റർ ബേസ് ജനറേറ്റ് ചെയ്യുന്ന ഫിൽറ്ററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ദ ഫിൽറ്റർ ദാറ്റ് ഈസ് ജനറേറ്റഡ് ബൈ this filter base is called as the filter generated by the net. ഇത്തരത്തിൽ ടെയിൽസിൻ്റെ കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ടെയിൽസ് ജനറേറ്റ് ചെയ്യുന്ന ഫിൽറ്ററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫിൽറ്റർ ജനറേറ്റഡ് ബൈ ദാറ്റ് നെറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി നമ്മൾ അടുത്ത ഡെഫിനിഷനിലോട്ടാണ് പോകുന്നത്. അടുത്ത എന്താണ്, തിരിച്ച് എന്താണ് ഇപ്പോൾ പറഞ്ഞത്, നെറ്റ്സിൽ നിന്ന് ജനറേറ്റ് ചെയ്തെടുക്കുന്ന ഫിൽറ്ററിനെയാണ്. ഇനി അടുത്തത് എന്താണ് പറയാൻ പോകുന്നത്, ഫിൽറ്ററിൽ നിന്ന് ജനറേറ്റ് ചെയ്തെടുക്കുന്ന നെറ്റ്സിനെയാണ്. ഓക്കെ, സപ്പോസ് എഫ് ഈസ് എ ഫിൽറ്റർ ഓൺ എ സെറ്റ് എക്സ് ആൻഡ് വി ഡിഫൈൻ, നമുക്ക് നെറ്റ്സ് ഡിഫൈൻ ചെയ്യണം, ഈ ഒരു ഫിൽറ്റർ യൂസ് ചെയ്ത് നെറ്റ്സ് ഡിഫൈൻ ചെയ്യണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾക്ക് എന്താണ്, ഒരു ഡയറക്റ്റഡ് സെറ്റ് വേണം. അപ്പം ഞാൻ ആ ഡയറക്റ്റഡ് സെറ്റാണ് ഡിഫൈൻ ചെയ്യുന്നത്. വി ഡിഫൈൻ λf, അതായത് എഫ് യൂസ് ചെയ്തിട്ടാണ് നമ്മളൊരു ആ ഒരു ഡയറക്റ്റഡ് സെറ്റ് ഡിഫൈൻ ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഇങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്. ദിസ് ഈസ് ഈക്വൽ ടു വിച്ച് ഈസ് എ സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർസ് വൈ എഫ് സച്ച് ദാറ്റ് എഫ് എവിടെ ഉണ്ടായിരിക്കണം, ഫിൽറ്ററിൽ ഉണ്ടായിരിക്കണം. വൈ എന്ന് പറയുന്നത് ആ എലമെൻറ്റ് എഫിലുള്ള ഒരു എലമെൻ്റ് ആയിരിക്കണം. ഓക്കെ, ഇപ്പോൾ ഒരു സെറ്റ് ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. ഇനി ഇതിനൊരു ഡയറക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾക്ക് എന്താണ് ഡയറക്റ്റഡ് സെറ്റ് എന്ന് പറയത്തുള്ളൂ. വി ഡയറക്റ്റ് ദിസ് set by reverse inclusion on the second term. എന്താണ്, സെക്കൻഡ് ടേമിൽ റിവേഴ്സ് ഇൻക്ലൂഷൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ ആ ഒരു റിലേഷനാണ് ഇവിടെ ഡയറക്ഷൻ ആയിട്ട് മാറുന്നത്. അതായത് റിവേഴ്സ് ഇൻക്ലൂഷൻ ഓൺ സെക്കൻഡ് ടേം എന്ന് വെച്ചാൽ എന്താണ്, ആ ഒരു റിലേഷനും കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ടു എലമെൻറ്റ്സ് വൈ എഫ് ആൻഡ് ഇസഡ് ജി ഇൻ ദിസ് കളക്ഷൻ ഈസ് സെഡ് ടു ബി റിലേറ്റഡ്, that is yf is less than or equal to zg if and only if g is contained in f. ഈ സെക്കൻഡ് ഇൻക്ലൂഷൻ ഓൺ സെക്കൻഡ് ടേം ആണ് നമ്മളിവിടെ റിലേഷൻ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾക്ക് ഡയറക്റ്റഡ് സെറ്റ് ആണെന്നൊന്ന് പ്രൂവ് ചെയ്യണ്ടേ ആ ഒരു റിലേഷൻ്റെ കാരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൺസിഡർ λf നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന പ്രകാരം കൺസിഡർ ചെയ്യാം. which is a directed set together with the direction reverse inclusion on second term എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് എന്താണ്, റിഫ്ലെക്സീവ് ആണെന്നും ട്രാൻസിറ്റീവ് ആണെന്നും ഏത് രണ്ട് എലമെൻ്റ് എടുത്താലും അതിനൊരു കോമൺ ബൗണ്ട് ഉണ്ടെന്നും പ്രൂവ് ചെയ്യണം. സോ കൺസിഡർ YF in this collection. നമ്മൾക്കറിയാം ഒരു സെറ്റ് അതിൽ നിന്ന് എപ്പോഴും കണ്ടെയ്ൻഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ YF ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു YF. ഇനി ഞാൻ 3 എലമെൻറ്റ്സ് കൺസിഡർ ചെയ്തു. വിത്ത് y1 f1 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു y2 f2, y2 f2 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു y3 f3. അപ്പോൾ ഈ ഫസ്റ്റ് വണ്ണിൽ നിന്ന് നമ്മൾക്ക് എന്ത് പറയാം, f1 കണ്ടെയ്ൻസ് f2 എന്നും സെക്കൻഡ് വണ്ണിൽ നിന്ന് f2 കണ്ടെയ്ൻസ് f3 എന്നും പറയാം. സോ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടും,
F1 കണ്ടെയ്ൻസ് F3 എന്ന് കിട്ടും. സോ ഈ ഒരു റിലേഷൻ ഇവിടെ ഉള്ളത് കൊണ്ട് നമ്മൾക്ക് എന്ത് പറയാം, ഈ ഒരു ഇൻക്ലൂഷൻ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് y1 F1 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു y3 F3 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ട്രാൻസിറ്റീവ് ആണെന്നും കിട്ടി. ഇനി നമുക്ക് കോമൺ ബൗണ്ട് ഉണ്ടെന്ന് പറയണം. ഏത് രണ്ട് എലമെൻ്റ് എടുത്താലും അതിനൊരു കോമൺ ബൗണ്ട് ഉണ്ടെന്ന് പറയണം. സോ കൺസിഡർ 2 എലമെൻറ്റ്സ് ഫ്രം ലാംഡ എഫ്. ഇപ്പോൾ F1 F2 എവിടെയുണ്ട്? എഫിലുണ്ട്. എഫ് ഫിൽറ്റർ ആയതുകൊണ്ട് F1 ഇൻ്റർസെക്ഷൻ F2 എവിടെ ഉണ്ടായിരിക്കും? എഫിലുണ്ടായിരിക്കും. എഫിലുള്ള എലമെൻറ്റ്സ് എല്ലാം നോൺ എം ടി ആണ്. അതുകൊണ്ട് F1 ഇൻ്റർസെക്ഷൻ F2 എന്ന് പറയുന്നത് എന്താണ്? വിച്ച് ഈസ് നോൺ എം ടി ആയി തീർന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾക്കൊരു എലമെൻറ്റ് ചൂസ് ചെയ്യാം. അതിനെയാണ് ഇവിടെ ടി എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ചൂസ് എ ടി ഫ്രം ദിസ് ഇൻ്റർസെക്ഷൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം F1 കണ്ടെയ്ൻസ് F1 ഇൻ്റർസെക്ഷൻ F2 ആണ്, F2 കണ്ടെയ്ൻസ് F1 ഇൻ്റർസെക്ഷൻ F2 ആണ്. സോ ഈ ഒരു ഇൻക്ലൂഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് നമ്മൾക്ക് എന്ത് പറയാം? y1 F1 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി F1 ഇൻ്റർസെക്ഷൻ F2, y2 F2 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി F1 ഇൻ്റർസെക്ഷൻ F2. സോ ലാംഡ എഫ് ഇസ് എ ഡയറക്റ്റഡ് സെറ്റ്. അപ്പോൾ ലാംഡ എഫ് ഡയറക്റ്റഡ് സെറ്റ് ആണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തു. ഇനി നമ്മൾ ഇത് യൂസ് ചെയ്തൊരു നെറ്റ് ഡിഫൈൻ ചെയ്യാൻ പോവാണ്. ആ നെറ്റ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് നോക്കാം. ഡിഫൈൻ എക്സ് വൈ എഫ് ഇസ് ഈക്വൽ ടു വൈ. ഓക്കെ, എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? നമ്മൾ സാധാരണ എങ്ങനെയാണ് ന്യൂ ഓഫ് ലാംഡ ഇസ് ഈക്വൽ ടു എക്സ് ലാംഡ എന്നാണ് എഴുതാറ്. ഇവിടെ ലാംഡയ്ക്ക് പകരം വരുന്നത് ഓർഡേർഡ് പേഴ്സ് ആണ്. അപ്പോൾ എക്സ് വൈ എഫ് ഇസ് ഈക്വൽ ടു എങ്ങനെയാണ് ആ ഒരു ഫങ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഫസ്റ്റ് കോർഡിനേറ്റിലോട്ട് മാപ്പ് ചെയ്യാം. ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന നെറ്റ്. അപ്പോൾ ഫോർ ഈച്ച് വൈ എഫ് ഇൻ ലാംഡ എഫ് ദ നെറ്റ് എക്സ് വൈ എഫ് സച്ച് ദാറ്റ് വൈ എഫ് ബിലോങ്സ് ടു ലാംഡ എഫ് ഈസ് ദ നെറ്റ് ജനറേറ്റഡ് ബൈ ദ ഫിൽറ്റർ എഫ്. ഇത്തരത്തിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഈ നെറ്റിനെയാണ് ദ നെറ്റ് ജനറേറ്റഡ് ബൈ ദ ഫിൽറ്റർ എഫ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഫിൽറ്റർ ജനറേറ്റ് ചെയ്യുന്ന നെറ്റും നെറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഫിൽറ്ററും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, സോ നമ്മൾ ഒന്നിൽ നിന്ന് മറ്റൊന്ന് ഡിഫൈൻ ചെയ്യുക ചെയ്തു. അപ്പോൾ ഇതെല്ലാം യൂസ് ചെയ്തിട്ട് നമ്മൾ ഇനി രണ്ട് റിസൾട്ട് കൂടെ പ്രൂവ് ചെയ്യുന്നുണ്ട്. സോ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. സപ്പോസ് എക്സ് ഇസ് എ സ്പേസ് ആൻഡ് എക്സ് ബിലോങ്സ് ടു എക്സ്. A net x lambda such that lambda belongs to lambda in x converges to x if and only if. അതായത് നമ്മളൊരു നെറ്റ് കൺസിഡർ ചെയ്തു. ആ നെറ്റ് ഒരു പോയിന്റിലോട്ട് കൺവേർജ് ചെയ്യാനുള്ള ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ആ കണ്ടീഷൻ? ദ ഫിൽറ്റർ ജനറേറ്റഡ് ബൈ ദ നെറ്റ്. അതായത് ഈ ഫിൽറ്റർ ജനറേറ്റ് ചെയ്യുന്ന ഈ നെറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഫിൽറ്റർ, ദ ഫിൽറ്റർ ജനറേറ്റഡ് ബൈ ദ നെറ്റ് കൺവേർജസ് ടു എക്സ്. അപ്പോൾ ഞാനൊരു നെറ്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ലാംഡ എക്സിലോട്ട് കൺവേർജ് ചെയ്യാനുള്ള ഈഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ എന്താണ്? നമ്മൾ ഫിൽറ്റേഴ്സ് കൺസിഡർ ചെയ്യുമ്പോൾ, അതായത് ഈ നെറ്റ് ഡിഫൈൻ ചെയ്യുന്ന ജനറേറ്റ് ചെയ്യുന്ന ഫിൽറ്റർ കൺസിഡർ ചെയ്യുമ്പോൾ ആ ഫിൽറ്റർ എക്സിലോട്ട് കൺവേർജ് ചെയ്യണം. സോ ഇതാണ് നമ്മളുടെ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രൂഫ് എന്താണ്? സപ്പോസ് എക്സ് ലാംഡ കൺവേർജസ് ടു എക്സ്. അപ്പോൾ നമ്മൾക്ക് എന്ത് പ്രൂവ് ചെയ്യണം? ആ ഒരു ഫിൽറ്റർ, ഈ നെറ്റ് ഡിഫൈൻ ചെയ്യുന്ന ജനറേറ്റ് ചെയ്യുന്ന ഫിൽറ്ററും എക്സിലോട്ട് കൺവേർജ് ചെയ്യും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ സപ്പോസ് യു ഈസ് എ നെയ്ബർഹുഡ് ഓഫ് എക്സ്. അപ്പോൾ ഈ ഒരു എക്സ് ലാംഡ എക്സിലോട്ട് കൺവേർജ് ചെയ്യുന്നത് കൊണ്ട് ബൈ ദ ഡെഫിനിഷൻ corresponding to this neighborhood there exists a lambda naught in lambda such that x lambda belongs to you for all lambda greater than or equal to lambda naught എന്ന് പറയാം അല്ലേ? അതായത് എക്സ് ലാംഡ നോട്ടിന് ശേഷം അതിന് ശേഷം വരുന്ന എല്ലാ ടേംസും ഇവിടെ യുവിലുണ്ട്. ഇനി അത്തരത്തിൽ വരുന്ന ആ ടെയിലിനെയാണ് നമ്മൾ ടി ലാംഡ നോട്ട് എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ടി ലാംഡ നോട്ട് കണ്ടെയ്ൻഡ് ഇൻ യു എന്ന് കിട്ടി. ഓക്കെ, ഇനി ഈ നെറ്റ് എക്സ് ലാംഡാസ് ജനറേറ്റ് ചെയ്യുന്ന ഫിൽറ്ററിൽ എന്താണ് ഉണ്ടായിരിക്കുക? നമ്മൾ ആക്ച്വലി ഒരു ഫിൽറ്റർ ബേസ് ഡിഫൈൻ ചെയ്തിട്ടാണ് ആ ഫിൽറ്റർ ഏതാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ ടെയിൽസിൻ്റെയും കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ ടെയിൽസ് ജനറേറ്റ് ഫിൽറ്റർ ബേസ് ആയിട്ട് വരുന്ന ഫിൽറ്ററിനെയാണ് നമ്മൾ ഫിൽറ്റർ ജനറേറ്റഡ് ബൈ ദിസ് നെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആ ഫിൽറ്ററിനെ ഞാൻ എഫ് എന്ന് ഡിനോട്ട് ചെയ്തു എന്ന് കരുതുക.
അപ്പോൾ ആ ഫിൽറ്ററിൽ എന്തായാലും ഈ ഫിൽറ്റർ ബേസ് കണ്ടെയ്ൻഡ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ടി ലാംഡ നോട്ട് എവിടെ ഉണ്ടായിരിക്കും? ടി ലാംഡ നോട്ട് ബിലോങ്സ് ടു ദ ഫിൽറ്റർ ജനറേറ്റഡ് ബൈ ദാറ്റ് നെറ്റ് ആയിരിക്കും. ഇനി ഫിൽറ്റേഴ്സ് എല്ലാം ക്ലോസ്ഡ് അണ്ടർ സൂപ്പർ സെറ്റ്സ് ആണ്. അപ്പോൾ ടി ലാംഡ നോട്ടിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഈ യു എവിടെ ഉണ്ടായിരിക്കും? യു ഇസ് ഓൾസോ ബിലോങ്സ് ടു എഫ് ആയിരിക്കും. ഓക്കെ, സോ യു ഈസ് എൻ എലമെൻറ്റ് ഓഫ് ദ ഫിൽറ്റർ ജനറേറ്റഡ് ബൈ ദ നെറ്റ്. അപ്പോൾ എന്ത് കിട്ടി? ആ നെറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഫിൽറ്ററിൽ എക്സിൻ്റെ ഏത് നെയ്ബർഹുഡ് എടുത്താലും അതെല്ലാം അതിലുണ്ടെന്ന് കിട്ടി. അപ്പോൾ അതിനർത്ഥം എന്താണ്? യു എക്സ് ഇസ് കണ്ടെയ്ൻഡ് ഇൻ ദ ഫിൽറ്റർ എഫ് വിച്ച് ഈസ് ജനറേറ്റഡ് ബൈ ദിസ് സെറ്റ്. സോ ദിസ് ഇംപ്ലൈസ് ദാറ്റ് എഫ് കൺവേർജസ് ടു എക്സ്. ഓക്കെ, അപ്പോൾ ആ ഒരു നെറ്റ് എക്സിലോട്ട് കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഫിൽറ്റർ, ദ ഫിൽറ്റർ ജനറേറ്റഡ് ബൈ ദാറ്റ് നെറ്റും എന്താണ്? അതേ പോയിന്റിലോട്ട് കൺവേർജ് ചെയ്യും. ഇനി ഇതിൻ്റെ കോൺവേഴ്സ് പാർട്ട്. For the converse, suppose the filter generated by this net converges to x. ഇനി നമ്മൾക്ക് ഈ ഒരു നെറ്റ് എക്സിലോട്ട് കൺവേർജ് ചെയ്യുന്നുണ്ട് എന്ന് പറയണം. അപ്പോൾ അതിനെന്താണ് വേണ്ടത്? എക്സിൻ്റെ ഏത് നെയ്ബർഹുഡ് വി എടുത്താലും ഇതിന് കറസ്പോണ്ടിങ് ഒരു ലാംഡ നോട്ട് എക്സിസ്റ്റ് ചെയ്യും, സച്ച് ദാറ്റ് എക്സ് ലാംഡ ബിലോങ്സ് ടു വി ഫോർ ഓൾ ലാംഡ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലാംഡ നോട്ട് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് consider a neighborhood V of x. അപ്പോൾ V must be an element of this filter. കാരണം എന്താണ്? ഞാൻ ഫിൽറ്ററിന് എഫ് എന്ന് ഡിനോട്ട് ചെയ്യുന്നു കേട്ടോ. ഈ പ്രൂഫിൽ അങ്ങനെ ഒരു നൊട്ടേഷൻ വരുന്നില്ല എങ്കിലും നമ്മളത് ഞാൻ പ്രൂഫിൽ പറയാനുള്ളൊരു ഈസിനെസ്സിന് ഇങ്ങനെ എഫ് എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ആ നെറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഫിൽറ്ററിനെ എഫ് എന്ന് ഡിനോട്ട് ചെയ്തു. അപ്പോൾ എഫ് എക്സിലോട്ട് കൺവേർജ് ചെയ്യുന്നത് കൊണ്ട് എക്സിൻ്റെ ഏത് നെയ്ബർഹുഡ് വി എടുത്താലും അത് എവിടെ ഉണ്ടായിരിക്കും? എഫിലുണ്ടായിരിക്കും. അപ്പോൾ V എന്താണ്? V must be an element of this filter. Okay, thus V must contain tail of the net. Okay, V belongs to F ആയിരിക്കണം. ഇനി ഈ ഫിൽറ്ററിനെ ജനറേറ്റ് ചെയ്യുന്ന ഫിൽറ്റർ ബേസ് ഏതാണ്? ടി ലാംഡ സച്ച് ദാറ്റ് ലാംഡ ബിലോങ്സ് ടു ലാംഡ. ഈ ടെയിൽസിൻ്റെ കളക്ഷനാണ് ഈ ഫിൽറ്ററിനെ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഒരു എലമെൻറ്റ് വി വരണമെങ്കിൽ അല്ലെങ്കിൽ സം എഫ് വരണമെങ്കിൽ ആ എഫിൽ എന്തുണ്ടായിരിക്കണം? ഇതിലുള്ള ഏതെങ്കിലും ഒരു എലമെൻ്റ് ഉണ്ടായിരിക്കണം ഫിൽറ്റർ ബേസിലുള്ള. അതായത് സം ടി ലാംഡ കണ്ടെയ്ൻഡ് ഇൻ എന്തായിരിക്കണം? എഫ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ വി ബിലോങ്സ് ടു എഫ് ആയതുകൊണ്ടും എഫ് ഈസ് ദ ഫിൽറ്റർ ജനറേറ്റഡ് ബൈ ദിസ് ഫിൽറ്റർ ബേസും ആയതുകൊണ്ട് നമ്മൾക്ക് എന്താണ്? ദർ എക്സിസ്റ്റ് ലാംഡ നോട്ട് സച്ച് ദാറ്റ് ടി ലാംഡ നോട്ട് കണ്ടെയ്ൻഡ് ഇൻ ബി. Thus, we must contain a tail of the net. Suppose ഞാനത് ഇവിടെ പറഞ്ഞതൊന്നും ഇവിടെ പ്രൂഫിൽ എഴുതിയിരിക്കുന്ന പ്രകാരം ഒന്ന് റീഡ് ചെയ്യുന്നു എന്ന് മാത്രം. Suppose T lambda not contained in V. We then know that if lambda greater than or equal to lambda naught, then x lambda എവിടെ ഉണ്ടായിരിക്കും? T lambda naught ഉണ്ടായിരിക്കും അല്ലേ? By the definition of T lambda naught, for any lambda greater than or equal to lambda naught, x lambda belongs to T lambda naught ആണ്. T lambda naught contained in V ആയതുകൊണ്ട് നമ്മൾക്ക് എന്ത് പറയാം? x lambda belongs to V എന്ന് പറയാം. അതായത് for any neighborhood V of x, there exists a lambda naught in lambda such that lambda greater than or equal to lambda naught implies that x lambda belongs to V. Therefore, we can say that x lambda converges to x. അപ്പോൾ ഒരു നെറ്റും ആ നെറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഫിൽറ്ററും കൺവേർജ് ചെയ്യാനുള്ള ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ. ഒന്ന് കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ രണ്ടാമത്തതും കൺവേർജ് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നേരത്തെ തൊട്ട് മുന്നേ നമ്മൾ പ്രൂവ് ചെയ്ത അതേ റിസൾട്ട് തിരിച്ചൊന്ന് പ്രൂവ് ചെയ്യണം. എന്താണ്? നമ്മൾക്കൊരു ഫിൽറ്റർ യൂസ് ചെയ്തൊരു നെറ്റ് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ഫിൽറ്റർ കൺവേർജ് ചെയ്യാനുള്ള ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ആ ഫിൽറ്ററും ആ ഫിൽറ്റർ ജനറേറ്റ് ചെയ്യുന്ന നെറ്റും. സപ്പോസ് എക്സ് ഈസ് എ സ്പേസ് ആൻഡ് എക്സ് ബിലോങ്സ് ടു എക്സ്. എ ഫിൽറ്റർ എഫ് ഓൺ ദ സ്പേസ് എക്സ് converges to x if and only if the net generated by the filter f converges to x. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അവിടെ നമ്മൾ നെറ്റിൽ നിന്ന് ഫിൽറ്റർ ജനറേറ്റ് ചെയ്തെടുത്തതായിരുന്നു, ഇവിടെ ഫിൽറ്ററിൽ നിന്ന് നെറ്റ് ജനറേറ്റ് ചെയ്തെടുത്തു. ഓക്കെ, എന്നിട്ട് സെയിം സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെയും പ്രൂവ് ചെയ്യുന്നു. സോ സപ്പോസ്
suppose f is a filter on x and which converges to the point x. അപ്പോൾ എഫ് കൺവേർജസ് ടു എക്സ് ആയതുകൊണ്ട് വിച്ച് ഇംപ്ലൈസ് യു എക്സ് ദ നെയ്ബർഹുഡ് ഫിൽറ്റർ കണ്ടെയ്ൻഡ് ഇൻ എഫ് ആയിരിക്കും. ദാറ്റ് ഈസ് എവറി നെയ്ബർഹുഡ് യു ഓഫ് എക്സ് ഈസ് ഇൻ എഫ്. എക്സിൻ്റെ ഏത് നെയ്ബർഹുഡ് എടുത്താലും അതെവിടെ ഉണ്ടായിരിക്കും? എഫിലുണ്ടായിരിക്കും. അപ്പോൾ സിൻസ് യു ബിലോങ്സ് ടു എഫ് ആയതുകൊണ്ട് എക്സ് യു എവിടെ ഉണ്ടായിരിക്കും? ലാംഡ എഫിലുണ്ടായിരിക്കും. കാരണം ലാംഡ എഫിൽ ഒരു എലമെൻറ്റ് വരാനുള്ള കണ്ടീഷൻ എന്താണ്? നമ്മൾക്ക് വൈ എഫ്, ഓർഡറുടെ പേര് വൈ എഫ് ആയിരുന്നു ലാംഡ എഫിൽ വരിക. വേറെ വൈ ബിലോങ്സ് ടു എഫും എഫ് ബിലോങ്സ് ടു ഫിൽറ്റർ എഫും ആയിരിക്കണം. അപ്പോൾ ഇവിടെ യു ബിലോങ്സ് ടു എഫ് ആണ്, എക്സ് യുവിലുള്ള ഒരു എലമെൻ്റ് ആണ്. സോ ഈ ഒരു ഓർഡറുടെ പേര് എവിടെ ഉണ്ടായിരിക്കും? ഈ ഡയറക്റ്റഡ് സെറ്റിലുണ്ടായിരിക്കും. ഇനി ഓക്കെ, now suppose yf belongs to lambda f with yf is greater than or equal to xu. അപ്പോൾ yf is greater than or equal to xu implies that f is contained in u. Okay, yf is greater than or equal to xu implies f is contained in u. Now consider xyf. നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് പ്രകാരം the net generated by filter ഡിഫൈൻ ചെയ്തിരിക്കുന്നത് പ്രകാരം എക്സ് വൈ എഫ് എന്തിന് ഈക്വലാണ്? വൈക്ക് ഈക്വലാണ്. ആൻഡ് ഈ വൈ എവിടെ ഉണ്ടായിരിക്കേണ്ടത്? വൈ എഫ് ഓർഡറുടെ പേര് നമ്മൾ ഡയറക്റ്റഡ് സെറ്റിൽ നിന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ വൈ എവിടെ ഉണ്ടായിരിക്കണം? എഫിലുണ്ടായിരിക്കണം. സോ എക്സ് വൈ എഫ് ഇസ് ഈക്വൽ ടു വൈ ആണ്. വൈ എഫിലുള്ളതാണ്. എഫ് കണ്ടെയ്ൻഡ് ഇൻ യു ആയതുകൊണ്ട് വിച്ച് ഇസ് ഇൻ യു. അപ്പോൾ എന്ത് കിട്ടി? നമ്മൾ എക്സിൻ്റെ ഒരു നെയ്ബർഹുഡ് യു കൺസിഡർ ചെയ്തു. ഈ നെയ്ബർഹുഡിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾക്കൊരു എക്സ് യു, അതായത് ലാംഡ നോട്ടിന് പകരമാണ് ഇവിടെ എക്സ് യു എന്ന് പറയുന്നത്. എക്സ് യു ബിലോങ്സ് ടു ദ ഡയറക്റ്റഡ് സെറ്റ് ലാംഡ എഫ് എക്സിസ്റ്റ് ചെയ്യും സച്ച് ദാറ്റ് ഫോർ എനി വൈ എഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് യു. നമ്മൾ ലാംഡ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലാംഡ നോട്ട് പറയത്തില്ലേ? അതിന് പകരം ലാംഡാസിന് പകരം ഇവിടെ ഓർഡറുടെ പേഴ്സാണ് എലമെൻറ്റ്സ് ആയിട്ട് വരുന്നത്. സോ ഫോർ എനി വൈ എഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് യു നമ്മൾക്ക് എന്ത് കിട്ടി? എക്സ് വൈ എഫ് ഇസ് ഈക്വൽ ടു വൈ വിച്ച് ബിലോങ്സ് ടു യു എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് നമ്മൾക്ക് നെറ്റിൻ്റെ കൺവേർജൻസ് ആയിട്ട് വരുന്നത്, കൺവേർജൻസിന് ഡെഫിനേഷനായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് പറയാം? ദിസ് നെറ്റ് കൺവേർജസ് ടു എക്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഫിൽറ്റർ ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫിൽറ്റർ ജനറേറ്റ് ചെയ്യുന്ന നെറ്റും ഫിൽറ്റർ കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫിൽറ്റർ ജനറേറ്റ് ചെയ്യുന്ന നെറ്റും അതേ പോയിന്റിലോട്ട് കൺവേർജ് ചെയ്യും. ഇനി ഇതിൻ്റെ കോൺവേഴ്സ് പാർട്ട് ചെയ്യണം. ഫോർ ദ കോൺവേഴ്സ്, സപ്പോസ് ദ നെറ്റ് ജനറേറ്റഡ് ബൈ ദ ഫിൽറ്റർ എഫ് കൺവേർജസ് ടു എക്സ്. ഇനി നമ്മൾക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? എഫ് എക്സിലോട്ട് കൺവേർജ് ചെയ്യുന്നുണ്ടെന്ന് പ്രൂവ് ചെയ്യണം. അത് എക്സിൻ്റെ ഏത് നെയ്ബർഹുഡ് വി എടുത്താലും വി ബിലോങ്സ് ടു എഫ് എന്ന് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് വി ബിലോങ്സ് ടു ദ ഫിൽറ്റർ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് ഫോർ എനി നെയ്ബർഹുഡ് വി ഓഫ് എക്സ്. അപ്പോൾ ഞാൻ അസ്യൂം ചെയ്തത് എക്സ് വൈ എഫ് എന്ന് പറയുന്ന ഈ ഒരു നെറ്റ് എങ്ങനെ ഡിഫൈൻ ചെയ്തത്? വിച്ച് ഇസ് ഈക്വൽ ടു വൈ. ഈ നെറ്റ് എക്സിലോട്ട് കൺവേർജ് ചെയ്യുന്നു എന്നാണ് അസ്യൂം ചെയ്തത്. അതുകൊണ്ട് എക്സിൻ്റെ ഏത് നെയ്ബർഹുഡ് വി എടുത്തു കഴിഞ്ഞാലും നമ്മൾക്ക് എന്താണ്? There exists a yf in this directed set lambda f such that if zg is greater than or equal to yf then x zg is equal to z which is belongs to v. ഇത് എവിടെ നിന്നോ പെട്ടെന്ന് ഇങ്ങനെ വന്നതെന്നായിരിക്കും ചിന്ത. കൺവേർജൻസിൻ്റെ ഡെഫിനേഷൻ പ്രകാരം നമ്മളെപ്പോഴും ലാംഡ എന്ന നൊട്ടേഷൻ വെച്ചായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വെച്ചൊന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. കറസ്പോണ്ടിങ് ടു ദിസ്, ഞാനിപ്പോൾ ഇവിടെ എക്സ് വൈ എഫ് ഇസ് ഈക്വൽ ടു വൈ, ഈ ഒരു നെറ്റിന് ഞാൻ എക്സ് ലാംഡ എന്ന് തന്നെ ഡിനോട്ട് ചെയ്യുന്നു കരുതുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഡെഫിനിഷൻ എന്തായിരുന്നു? കറസ്പോണ്ടിങ് ടു ദിസ് നെയ്ബർഹുഡ് ദർ എക്സിസ്റ്റ് എ ലാംഡ നോട്ട് ഇൻ ലാംഡ എഫ്. ആ ലാംഡ നോട്ടിനെയാണ് വൈ എഫ് എന്നിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. സച്ച് ദാറ്റ് ഫോർ എനി ലാംഡ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലാംഡ നോട്ട്, ലാംഡാസിനെ എങ്ങനെ എടുത്തൂടെ? ഇസഡ് ജി എന്നെടുത്തു. For any lambda greater than or equal to lambda naught, x lambda belongs to v എന്നാണ് വരിക ആണല്ലോ. അപ്പോൾ എക്സ് ലാംഡയ്ക്ക് പകരം എന്താണ്? ഇസഡ് ജി. സോ എക്സ് ഇസഡ് ജി ബിലോങ്സ് ടു വി എന്ന് വരും. ഇനി എക്സ് ഇസഡ് ജി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് പ്രകാരം ദിസ് ഇസ് ഈക്വൽ ടു ഇസഡ് ആണ്. സോ ഇസഡ് ബിലോങ്സ് ടു വി എന്ന് കിട്ടും.
അതായത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏത് ZG എടുത്താലും Z എവിടെ ഉണ്ടായിരിക്കും? വിയിലുണ്ടായിരിക്കും. ക്ലിയർ? ഇനി ഞാൻ എന്തെടുക്കുന്നു വെച്ചാൽ എഫിലുള്ളൊരു പോയിന്റ് Z ആർബിട്രറി ആയിട്ട് ഞാൻ ചൂസ് ചെയ്യുന്നു. അപ്പോൾ F ഈസ് ഓൾവേസ് കണ്ടെയ്ൻഡ് ഇൻ F ആണ്. സോ നമ്മൾക്ക് എന്ത് പറയാം? എഫിലുള്ള ഏത് എലമെൻറ്റ് Z എടുത്തു കഴിഞ്ഞാലും ZF ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു YF എന്ന് പറയാം. നമ്മൾക്ക് ഈ ഒരു റിലേഷൻ മാത്രം മതി, ഇങ്ങനൊരു റിലേഷൻ പറയാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇൻക്ലൂഷൻ മാത്രം മതി അല്ലേ? സോ ദിസ് ഇംപ്ലൈസ് ദാറ്റ് നമുക്കറിയാം ഈ കണ്ടീഷൻ ഉണ്ടെങ്കിൽ Z എവിടെ ഉണ്ട്? വിയിലുണ്ടായിരിക്കും. സോ ഇവിടെ അതേ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് G is equal to Z എവിടെ ഉണ്ടായിരിക്കും? വിയിലുണ്ടായിരിക്കും. And this is true for all Z in V. So this is implies F is contained in V. അപ്പോൾ F contained in V എന്ന് കിട്ടി. F എവിടെ ഉള്ളതാണ്? Which belongs to the filter F ആണ് അല്ലേ? ഫിൽറ്റർ എഫിലുള്ളൊരു എലമെൻ്റ് ആണ് F. അപ്പോൾ ഇത് ഫിൽറ്റർ ആയതുകൊണ്ട് വിച്ച് ഈസ് ക്ലോസ്ഡ് അണ്ടർ സൂപ്പർ സെറ്റ്സ് ആയതുകൊണ്ട് നമ്മൾക്ക് എന്ത് പറയാം? V is also belongs to F എന്ന് പറയാം. So this is true for all neighborhood V of X. Therefore Ux is contained in F and this implies F converges to X. അപ്പോൾ എന്ത് കിട്ടി? ആ ഒരു ഫിൽറ്റർ F കൺവേർജ് ചെയ്യുന്നുണ്ട് എന്ന് കിട്ടി എക്സിലോട്ട്. സോ നമ്മൾ ഫിൽറ്ററിൽ നിന്ന് നെറ്റിൽ നിന്ന് ഫിൽറ്ററും ജനറേറ്റ് ചെയ്തെടുത്തു. രണ്ട് കേസായാലും ഒന്നിൻ്റെ കൺവേർജൻസ് മറ്റൊന്നിൻ്റെ കൺവേർജൻസിനെ എന്തായാലും ഇംപ്ലൈ ചെയ്യും. ഓക്കെ, ആൻഡ് ആ സെയിം പോയിന്റിലോട്ടുമായിരിക്കും ആ ഒരു കൺവേർജൻസ് വരുന്നത്. ഇനി ഓക്കെ, അപ്പോൾ ആ ഒരു സെക്ഷൻ അവിടെ കംപ്ലീറ്റ് ചെയ്തു. ഇനി രണ്ട് റിസൾട്ട് കൂടെ എടുത്തു കഴിഞ്ഞാൽ ഈ മൊഡ്യൂൾ 2 ഇവിടെ തീരും. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു റിസൾട്ട് നോക്കാം. തിയറം 18.21. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. If X is a topological space, then the following are equivalent. First one എന്താണ്? X is compact. Second one എന്താണ്? If F is a collection of closed subset of X with the finite intersection property, then the intersection of all elements in F is non-empty. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കേ. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തതാണ്. 1 if and only if 2 എന്ന് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാനിതിവിടെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നതാണ്. എന്നിരുന്നാലും നമ്മളത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ സെമ്മിൽ ടോപ്പോളജിയിൽ ഇതേ കാര്യം പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ ജസ്റ്റ് ഒന്ന് നോക്കുക അവിടെ എങ്ങനെയായിരുന്നു പ്രൂഫ് വരുന്നത് എന്ന്. അത് വേറൊരു ടെക്സ്റ്റായിരുന്നു, ഇത് അനദർ ടെക്സ്റ്റാണ്. സോ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾക്ക് ഫസ്റ്റ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? എവറി ഫിൽറ്റർ ഓൺ എക്സ് ഹാസ് എ ക്ലസ്റ്റർ പോയിൻറ്റ്. എവറി ഫിൽറ്റർ ഓൺ എക്സ് ഹാസ് എ ക്ലസ്റ്റർ പോയിൻറ്റ്. ഇനി ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? എവറി അൾട്രാ ഫിൽറ്റർ ഓൺ എക്സ് കൺവേർജസ്. നമ്മൾക്ക് ഈ 4 സ്റ്റേറ്റ്മെൻറ്റ് ഈക്വലൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇതിൽ 1 and 2 ഈക്വലൻ്റ് ആണെന്ന് നമ്മൾക്ക് അറിയുന്നതാണ്. എന്നിരുന്നാലും നമ്മളതിവിടെ ഒന്നുകൂടെ പ്രൂവ് ചെയ്യും. സോ ഫസ്റ്റ് 1 implies 2. Suppose X is a compact space. ഇപ്പോൾ X കോമ്പാക്റ്റ് ആണെന്ന് അസ്യൂം ചെയ്തു. ആൻഡ് F is a collection of closed subsets of X. എന്താണ്? എക്സിലുള്ള സം ക്ലോസ്ഡ് സബ്സെറ്റ്സിൻ്റെ കളക്ഷൻ എഫും കൺസിഡർ ചെയ്തിട്ടുണ്ട് വിത്ത് ദ ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ പ്രോപ്പർട്ടി. എന്താണ് ഈ ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്? എഫിൻ്റെ ഏത് ഫൈനൈറ്റ് സബ് കളക്ഷൻ എടുത്തു കഴിഞ്ഞാലും ആ ഫൈനൈറ്റ് സബ് കളക്ഷനിലുള്ള എലമെൻറ്റ്സിൻ്റെ എല്ലാം ഇൻ്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത് നോൺ എംപ്റ്റി ആവാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഒരു എഫിന് ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ പ്രോപ്പർട്ടി ഉണ്ടെന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സം കളക്ഷൻ ഓഫ് ക്ലോസ്ഡ് സബ്സെറ്റ്സ് എടുത്തിട്ട് അതിന് ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് പ്രൂവ് ചെയ്യണം? അതിൻ്റെ ഫുൾ എഫിലുള്ള എല്ലാ എലമെൻറ്റ്സിൻ്റെ ഇൻ്റർസെക്ഷൻ, അതായത് ഇൻ്റർസെക്ഷൻ എഫ് കൺസിഡർ ചെയ്യുമ്പോൾ അത് നോൺ എംപ്റ്റി ആണെന്ന് പ്രൂവ് ചെയ്യണം. എക്സ് കോമ്പാക്റ്റ് ആയതുകൊണ്ട് ഇങ്ങനൊരു പ്രോപ്പർട്ടി കൂടെ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇത് നോട്ട് ഈക്വൽ ടു 5 എന്നല്ലേ പ്രൂവ് ചെയ്യേണ്ടത്? നോൺ എംപ്റ്റി ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സപ്പോസ് ഫോർ ഇഫ് ഇൻ്റർസെക്ഷൻ എഫ് ഇസ് ഈക്വൽ ടു 5. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഈ കളക്ഷൻ എഫ് പറഞ്ഞല്ലോ, എഫിലുള്ള എല്ലാ എലമെൻറ്റ്സിൻ്റെയും കോംപ്ലിമെൻറ്റ് കൺസിഡർ ചെയ്യുന്നു. കൺസിഡർ ദ സെറ്റ് എക്സ് മൈനസ് എഫ് സച്ച് ദാറ്റ് എഫ് ബിലോങ്സ് ടു എഫ്. ഈ കളക്ഷൻ കൺസിഡർ ചെയ്യും.
അപ്പോൾ എഫ് ബിലോങ്സ് ടു എഫ് ആയതുകൊണ്ട് എഫിലുള്ള എലമെൻറ്റ്സ് എല്ലാം ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എഫ് ഈസ് ക്ലോസ്ഡ്. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ഓക്കെ എഫ് ഈസ് ക്ലോസ്ഡ് എന്ന് കിട്ടി. അപ്പോൾ എഫ് ക്ലോസ്ഡ് ആയതുകൊണ്ട് എക്സ് മൈനസ് എഫ് എന്തായിരിക്കും? ഓപ്പൺ ആയിരിക്കും. എഫ് ക്ലോസ്ഡ് ആണ്, സോ എക്സ് മൈനസ് എഫ് ഈസ് ഓപ്പൺ. ഇനി നമ്മൾ ഇൻ്റർസെക്ഷൻ ഓൾ എലമെൻറ്റ്സ് ഇൻ എഫ് എം ടി ആണെന്നാണ് അസ്യൂം ചെയ്തത്. അപ്പോൾ അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്തായിരിക്കും? എക്സ് ആയിരിക്കും. എം ടി സെറ്റിൻ്റെ കോംപ്ലിമെൻ്റ് എന്താണ്? ദ ഹോൾ സെറ്റ് എക്സ് ആണ്. ഇനി ഈ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഇസ് ദ യൂണിയൻ ഓഫ് എക്സ് മൈനസ് എഫ് സച്ച് ദാറ്റ് എഫ് ബിലോങ്സ് ടു എഫ്. ഈ ഇൻ്റർസെക്ഷൻ എഫ് എന്ന് പറയുന്നത് വിച്ച് ഇസ് ദ ഇൻ്റർസെക്ഷൻ ഓഫ് ഓൾ എലമെൻറ്റ്സ് എഫ് സച്ച് ദാറ്റ് എഫ് ബിലോങ്സ് ടു എഫ് എന്നാണ് വരിക. അപ്പോൾ ഇതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? യൂണിയൻ ഓഫ് ഓൾ എലമെൻറ്റ്സ് എക്സ് മൈനസ് എഫ് സച്ച് ദാറ്റ് എഫ് ബിലോങ്സ് ടു എഫ് എന്ന് വരും. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് കിട്ടി. നോക്കുക, ഇവിടെ എക്സ് മൈനസ് എഫ് എല്ലാം ഓപ്പൺ സെറ്റ്സ് ആണ്. അതിൻ്റെ യൂണിയൻ എന്താണെന്ന് കിട്ടി? എക്സ് ആണെന്ന് കിട്ടി. സോ ദിസ് കളക്ഷൻ വിൽ ബി എ ഓപ്പൺ കവർ ഓഫ് എക്സ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു സെറ്റ് എന്താണ്? വിച്ച് ഇസ് എൻ ഓപ്പൺ കവർ ഫോർ എക്സ് ആണ്. അപ്പോൾ എക്സ് കോമ്പാക്റ്റ് ആയതുകൊണ്ട് ഇറ്റ് ഹാസ് എ ഫൈനൈറ്റ് സബ് കവർ അല്ലേ? എക്സ് കോമ്പാക്റ്റ് ആയതുകൊണ്ട് ഈ ഒരു ഓപ്പൺ കവറിന് ഒരു ഫൈനൈറ്റ് സബ് കവർ ഉണ്ടായിരിക്കും. ലെറ്റ് എക്സ് മൈനസ് എഫ് കെ സച്ച് ദാറ്റ് കെ ഇസ് ഈക്വൽ ടു 1 to etc n ബി ദ ഫൈനൈറ്റ് സബ് കവർ. അപ്പോൾ ഞാൻ ആ ഒരു ഫൈനൈറ്റ് സബ് കവറിനെ ഇങ്ങനെ ഡിനോട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇതിലുള്ള എലമെൻറ്റ്സിൻ്റെ യൂണിയൻ ആയിരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ എഴുതി, എക്സ് ഇസ് ഈക്വൽ ടു യൂണിയൻ കെ ഇസ് ഈക്വൽ ടു 1 to n എക്സ് മൈനസ് എഫ് കെ. എങ്ങനെയാണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഈ നൊട്ടേഷൻ കൊടുത്തില്ലെങ്കിൽ യൂണിയൻ ഓഫ് ദിസ് ദ എലമെൻറ്റ്സ് ഇൻ ദിസ് സെറ്റ് എന്ന് വരും. അപ്പോൾ ഞാൻ ഇതിൻ്റെ കോംപ്ലിമെൻ്റ് എടുത്തു, ഇതിൻ്റെ കോംപ്ലിമെൻ്റ്. അപ്പോൾ എക്സിൻ്റെ കോംപ്ലിമെൻ്റ് എന്തായി? 5 ആയി. ഇനി ഈ സെറ്റിൻ്റെ കോംപ്ലിമെൻ്റ് എന്ത് വരും? എക്സ് മൈനസ് ദിസ് യൂണിയൻ വരും അല്ലേ? ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു എന്താണ്? ദിസ് ഇസ് ഈക്വൽ ടു ഇൻ്റർസെക്ഷൻ കെ ഇസ് ഈക്വൽ ടു 1 to n എഫ് കേസ്. ഇൻ്റർസെക്ഷൻ കെ ഇസ് ഈക്വൽ ടു 1 to n എഫ് കെ എന്ന് വരും. പക്ഷേ ഈ F1, F2 എക്സെട്ര FN എവിടെയുള്ള എലമെൻറ്റ്സ് ആണ്? എഫിലുള്ള എലമെൻറ്റ്സ് ആണ്. അപ്പോൾ ആ എഫിലുള്ള ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സിൻ്റെ ഇൻ്റർസെക്ഷൻ എം ടി ആണെന്ന് കിട്ടി. നമ്മൾ എന്ത് അസ്യൂം ചെയ്തു? എഫിന് ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ പ്രോപ്പർട്ടി ഉണ്ട്. അതായത് ഇതിലുള്ള ഏത് ഫൈനൈറ്റ് നമ്പർ ഓഫ് സെറ്റ്സ് എടുത്ത് ഇൻ്റർസെക്ഷൻ കൺസിഡർ ചെയ്താലും അതെല്ലാം നോൺ എം ടി ആയിരിക്കും. അപ്പോൾ ഇവിടെ ഒരു കോൺട്രഡിക്ഷൻ കിട്ടിയില്ലേ? ബട്ട് F has finite intersection property, hence it will be a contradiction. So നമ്മൾ assume ചെയ്തത് തെറ്റാണ്. എന്താണ് assume ചെയ്തിരുന്നത്? intersection of all elements in F is equal to empty എന്ന്. This is a contradiction. This is a contradiction. So this is wrong, which implies intersection F is equal to which is non-empty. Okay. അപ്പോൾ എന്താണ്? 1 implies 2 നമ്മളിവിടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് 2 implies 3 നോക്കാം. 2 implies 3. സോ സപ്പോസ് 2 is true. നമ്മൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തു. നമ്മൾക്ക് 3 ആണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് എല്ലാ ഫിൽറ്റേഴ്സിനും ഒരു ക്ലസ്റ്റർ പോയിൻ്റ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം. സോ സപ്പോസ് 2 is true and G is a filter on X. We have filter is closed under finite intersection property അല്ലേ? ഏത് ഫിൽറ്റർ എടുത്തു കഴിഞ്ഞാലും ആ ഫിൽറ്ററിനെല്ലാം ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ജിയിൽ നിന്ന് ഞാൻ ഏത് F1, F2 എക്സെട്ര FN കൺസിഡർ ചെയ്താലും എനി ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് എടുത്ത് അതിൻ്റെ ഇൻ്റർസെക്ഷൻ എടുത്താലും അതും ഇവിടെ ഉണ്ടായിരിക്കും, ജിയിലുണ്ടായിരിക്കും. ജി എന്താണ്? നോൺ എം ടി സെറ്റ്സിനെ മാത്രമേ കൺസിസ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ഇൻ്റർസെക്ഷൻ ജിയിലുണ്ട് എന്നതുകൊണ്ട് എന്താ മീൻ ചെയ്യുന്നത്? ദിസ് ഇൻ്റർസെക്ഷൻ ഈസ് നോൺ എം ടി. സോ ഈ ഒരു സെറ്റിന് എന്താണ്? ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ പ്രോപ്പർട്ടി ഉണ്ട്. അതായത് ഏത് ഫിൽറ്റർ ജി എടുത്താലും അത് ഏത് ഫിൽറ്റർ ആയാലും ആ ഒരു ഫിൽറ്ററിന് എപ്പോഴും ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും. സോ ഫോർ എനി ഫൈനൈറ്റ് സബ് കളക്ഷൻ of G and this is true for any finite subcollection of G.
So every filter must satisfy finite intersection property itself. ഇനി നമ്മൾ എന്താണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്? ക്ലസ്റ്റർ പോയിന്റ് ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യണം. ക്ലസ്റ്റർ പോയിന്റ് ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യാൻ, അതായത് ഒരു എക്സ് ജിയുടെ ക്ലസ്റ്റർ പോയിന്റ് ആവാനുള്ള കണ്ടീഷൻ എന്താണ്? എക്സ് ബിലോങ്സ് ടു എഫ് ക്ലോഷർ intersection of F closure such that F belongs to G എന്ന് പ്രൂവ് ചെയ്യണം. എക്സ് ഈ ഒരു സെറ്റിൻ്റെ ക്ലസ്റ്റർ പോയിൻ്റ് ആവാനുള്ള കണ്ടീഷൻ ഇതാണ് അല്ലേ? അപ്പോൾ നമ്മൾക്കിവിടെ ഈ ജിക്കൊരു ക്ലസ്റ്റർ പോയിൻ്റ് ഉണ്ട് എന്ന് പ്രൂവ് ചെയ്താൽ മതി. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോയിൻ്റ് എടുത്തിട്ട് അതാണ് ക്ലസ്റ്റർ പോയിൻ്റ് എന്ന് പ്രൂവ് ചെയ്യണ്ട അല്ലേ? അപ്പോൾ ക്ലസ്റ്റർ പോയിൻ്റ് ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യാൻ എന്ത് മാത്രം മതി? The intersection F closure such that F belongs to G എന്ന് പറയുന്നത് നോൺ എംപ്റ്റി ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. The intersection of all F closure such that F belongs to G നോൺ എംപ്റ്റി ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. So now consider the set F closure such that F belongs to G. ഓക്കെ, ജിയിലുള്ള എല്ലാ എലമെൻസിൻ്റെയും ക്ലോഷർ കൺസിഡർ ചെയ്തു. നമ്മൾക്കറിയാം ഏത് എഫ് എടുത്തു കഴിഞ്ഞാൽ ഏത് സെറ്റ് എഫ് എടുത്താലും എഫ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ എഫ് ക്ലോഷർ ആയിരിക്കും. അപ്പോൾ എഫ് ബിലോങ്സ് ടു ജിയും ജി ഫിൽറ്റർ ക്ലോസ്ഡ് അണ്ടർ സൂപ്പർ സെറ്റ്സും ആയതുകൊണ്ട് എഫ് ക്ലോഷറും എവിടെ ഉണ്ടായിരിക്കണം? ജിയിലുണ്ടായിരിക്കണം. അതായത് നമ്മൾ ഈ കൺസിഡർ ചെയ്തിരിക്കുന്ന സെറ്റിലുള്ള എല്ലാ എലമെൻസും ജിയിലുണ്ട്. സോ ദിസ് കളക്ഷൻ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ജി. ജിയുടെ ഒരു സബ്സെറ്റാണ് ഈ എഴുതിയിരിക്കുന്നത്. ഇനി നമ്മൾക്കറിയാം ജിക്ക് എന്താണ്? ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ പ്രോപ്പർട്ടി ഉണ്ട്. നമ്മൾ അസ്യൂം ചെയ്തത് എന്താണ്? ഏത് ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ പ്രോപ്പർട്ടി ഉള്ള സെറ്റ് എഫ് എടുത്താലും ഇൻ്റർസെക്ഷൻ ഓഫ് എഫ് ദ ഓൾ എലമെൻറ്റ്സ് ഇൻ എഫ് എന്ന് പറയുന്നത് നോൺ എംപ്റ്റി ആയിരിക്കും. സോ ദിസ് ഇംപ്ലൈസ് ദാറ്റ് ഇവിടെ ജിക്ക് എന്താണ്? ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ പ്രോപ്പർട്ടി ഉണ്ട്. സോ ഇൻ്റർസെക്ഷൻ ഓഫ് ഓൾ എലമെൻറ്റ്സ് ഇൻ ജി എന്ന് പറയുന്നത് എന്താണ്? വിച്ച് ഈസ് നോൺ എംപ്റ്റി. ഇത് നമ്മൾക്ക് അറിയുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഞാൻ രണ്ട് എലമെൻറ്റ്സ് ഉള്ളൊരു സെറ്റ് എ ബി എടുത്തു. അനദർ സെറ്റ് സി എ ബി സി ഡിയും കൺസിഡർ ചെയ്തു. അപ്പോൾ നോക്കിക്കേ, എ ബി എന്ന് പറയുന്നത് ഈ സെറ്റിലും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾക്കറിയാം എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി ഇൻ്റർസെക്ഷൻ ഡി എന്ന് പറയുന്നത് എന്തിൽ കണ്ടെയ്ൻഡ് ആയിരിക്കും? എ ഇൻ്റർസെക്ഷൻ ബിയിൽ കണ്ടെയ്ൻഡ് ആയിരിക്കും. അപ്പോൾ അത് പ്രകാരം നമ്മൾക്ക് ജിയിൽ കണ്ടെയ്ൻഡ് ആണ് ഈ ഒരു കളക്ഷൻ. അപ്പോൾ ജി എന്തിൽ ഇൻ്റർസെക്ഷൻ ഓഫ് ഓൾ എലമെൻറ്റ്സ് ഇൻ ജി എന്തിൽ കണ്ടെയ്ൻഡ് ആയിരിക്കും? വിച്ച് ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദ ഇൻ്റർസെക്ഷൻ ഓഫ് എഫ് ക്ലോഷർ സച്ച് ദാറ്റ് എഫ് ബിലോങ്സ് ടു ജി ആയിരിക്കും. ഇനി ഇൻ്റർസെക്ഷൻ ജി നോൺ എംപ്റ്റി ആയതുകൊണ്ട് ഇത് ഈ സെറ്റിൽ കണ്ടെയ്ൻഡ് ആയതുകൊണ്ടും ഈ ഒരു ഇൻ്റർസെക്ഷനും എന്തായിത്തീരും? നോൺ എംപ്റ്റി ആയിത്തീരും. സോ ബൈ അവർ അസംഷൻ ദിസ് സെറ്റ് ഈസ് നോൺ എംപ്റ്റി. അതായത് ഈ ഒരു ഇൻ്റർസെക്ഷനിൽ സം പോയിൻറ്റ്സ് ഉണ്ടായിരിക്കും. ആ പോയിൻറ്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാറ്? ജിയുടെ ക്ലസ്റ്റർ പോയിൻ്റ് എന്ന് പറയാറ്. സോ ജി ഹാസ് എ ക്ലസ്റ്റർ പോയിൻ്റ്. ഓക്കെ, ഇനി നമ്മൾക്ക് അടുത്തത് എന്താണ്? 3 ഇഫ് ആൻഡ് ഓൺലി ഇഫ് 4 പ്രൂവ് ചെയ്യണം. ഇപ്പോഴെന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്? 1 implies 2, 2 implies 3. ഇനി 3 ഇഫ് ആൻഡ് ഓൺലി ഇഫ് 4 നമ്മൾ പ്രൂവ് ചെയ്യും. സോ നമുക്ക് തുടങ്ങാം. സപ്പോസ് 3 ഈസ് ട്രൂ, ദ സ്റ്റേറ്റ്മെൻറ്റ് 3 ഈസ് ട്രൂ ആൻഡ് കൺസിഡർ. നമുക്കിനി 4th സ്റ്റേറ്റ്മെൻ്റ് ആണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് എല്ലാ അൾട്രാ ഫിൽറ്ററും കൺവേർജ് ചെയ്യുമെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ കൺസിഡർ എൻ അൾട്രാ ഫിൽറ്റർ എഫ്. By our assumption F has a cluster point X. നമ്മൾ അസ്യൂം ചെയ്ത എല്ലാ ക്ലസ്റ്റർ പോയിൻറ്റിനും എല്ലാ ഫിൽറ്ററിനും ഒരു ക്ലസ്റ്റർ പോയിൻ്റ് ഉണ്ട് എന്നാണ് അസ്യൂം ചെയ്തത്. അപ്പോൾ നമ്മളിനി എഫ് കൺസിഡർ ചെയ്തു അൾട്രാ ഫിൽറ്റർ. അപ്പോൾ അതിനും ഒരു ക്ലസ്റ്റർ പോയിൻ്റ് ഉണ്ടായിരിക്കും, സം എക്സ്. ഇനി നമ്മൾക്കറിയാം എഫിനൊരു ക്ലസ്റ്റർ പോയിൻ്റ് എക്സ് ഉണ്ടെങ്കിൽ ദർ എക്സിസ്റ്റ് എ ഫിൽറ്റർ ജി finer than f such that g converges to x. അപ്പോൾ അത് പ്രകാരം എന്താണ്? ദർ എക്സിസ്റ്റ് എ ഫിൽറ്റർ ജി ഫൈനർ ദാൻ എഫ് സച്ച് ദാറ്റ് ജി കൺവേർജസ് ടു എക്സ്. പക്ഷേ എഫ് എന്താണ്? അൾട്രാ ഫിൽറ്റർ ആണ്. അപ്പോൾ അതിനേക്കാളും ഫൈനർ ആയിട്ടുള്ള വേറെ അൾട്രാ ഫിൽറ്റേഴ്സ് ഒന്നും എക്സിസ്റ്റ് ചെയ്യത്തില്ല.
Therefore f is equal to എന്തായിരിക്കണം, g തന്നെയായിരിക്കണം. സോ എഫ് കൺവേർജസ് ടു എക്സ് എന്ന് കിട്ടി. ഓക്കെ, സോ എല്ലാ അൾട്രാ ഫിൽറ്റേഴ്സും കൺവേർജ് ചെയ്യുന്നു എന്ന് കിട്ടി. എത്ര ഈസി ആയിട്ട് പ്രൂഫ് പോകുന്നത് നോക്ക്. നമുക്ക് ഓൾറെഡി ഇതിന് മുന്നത്തെ കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്ക് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കഥ പറയുന്ന കണക്ക് പ്രൂഫ് അങ്ങ് മൂവ് ആയിക്കോളും. സോ ഇനി നമ്മൾ ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് അസ്യൂം ചെയ്യുന്നു, തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് പ്രൂവ് ചെയ്യുന്നു. Suppose 4 is true and let f be any filter on X, we need to prove that f has a cluster point. Then we extend f to an ultra filter G. നമ്മൾക്കറിയാം ഏത് ഫിൽറ്റർ എടുത്താലും ആ ഫിൽറ്റർ എല്ലാം തന്നെ ഒരു അൾട്രാ ഫിൽറ്ററിൽ കണ്ടെയ്ൻഡ് ആയിരിക്കും. അപ്പോൾ ഞാൻ എഫ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഒരു അൾട്രാ ഫിൽറ്ററിൽ കണ്ടെയ്ൻഡ് ആയിരിക്കും. അപ്പോൾ ഞാൻ ആ അൾട്രാ ഫിൽറ്ററിനെ ജി എന്ന് ഡിനോട്ട് ചെയ്യുന്നു. നമ്മൾ അസ്യൂം ചെയ്തു എല്ലാ അൾട്രാ ഫിൽറ്റേഴ്സും കൺവേർജ് ചെയ്യും. സോ ജി കൺവേർജസ് ടു എ പോയിൻ്റ് എക്സ് ഇൻ എക്സ് എന്ന് കിട്ടി. സോ ദിസ് ഇംപ്ലൈസ് ദാറ്റ് എക്സ് ഈസ് എ ക്ലസ്റ്റർ. So by your assumption g converges to a point x in x. So എല്ലാ ലിമിറ്റ് പോയിൻറ്റ്സും ക്ലസ്റ്റർ പോയിൻ്റ് ആണെന്ന് നമ്മൾക്കറിയാം. അതുകൊണ്ട് എക്സ് എന്ന് പറയുന്നത് ജിയുടെ ക്ലസ്റ്റർ പോയിൻ്റും ആയിരിക്കും. സോ എക്സ് ഇസ് എ ക്ലസ്റ്റർ പോയിൻ്റ് ഓഫ് ജി. അപ്പോൾ ജിയുടെ ക്ലസ്റ്റർ പോയിൻ്റ് ആയതുകൊണ്ട് ബൈ ദ ഡെഫിനിഷൻ വി ക്യാൻ സേ ദാറ്റ് എക്സ് ബിലോങ്സ് ടു ദ ഇൻ്റർസെക്ഷൻ ഓഫ് ഓൾ എലമെൻറ്റ്സ് വേർ ദ സെറ്റ് ഇസ് എഫ് ക്ലോഷർ സച്ച് ദാറ്റ് എഫ് ബിലോങ്സ് ടു ജി. ഈ ഒരു സെറ്റിലുള്ള എല്ലാ എലമെൻറ്റ്സിൻ്റെ ഇൻ്റർസെക്ഷനിൽ എക്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി എഫ് കണ്ടെയ്ൻഡ് ഇൻ ജി ആണ്. അപ്പോൾ എഫിലുള്ള എലമെൻറ്റ്സിൻ്റെ ക്ലോഷറിൻ്റെ സെറ്റ് എന്തിൽ കണ്ടെയ്ൻഡ് ആയിരിക്കും, വിച്ച് ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദ സെറ്റ് ഓഫ് ഓൾ എഫ് ക്ലോഷർ സച്ച് ദാറ്റ് എഫ് ബിലോങ്സ് ടു ജി ആയിരിക്കും. അതായത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സെറ്റിലുള്ള എല്ലാ എലമെൻറ്റ്സിൻ്റെ ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ അത് എന്തിൽ കണ്ടെയ്ൻഡ് ആയിരിക്കും, ഈ സെറ്റിലുള്ള എല്ലാ എലമെൻറ്റ്സിൻ്റെയും ഇൻ്റർസെക്ഷനിൽ കണ്ടെയ്ൻഡ് ആയിരിക്കും. സോ ഈ ഒരു സ്റ്റെപ്പിലോട്ട് നമ്മൾ വന്നു. ഇനി ഈ സെറ്റിലാണ് നമ്മൾക്ക് എക്സ് ഉണ്ടെന്ന് കിട്ടിയിരിക്കുന്നത്. സോ എക്സ് ബിലോങ്സ് ടു എന്ത് കിട്ടി, ഈ ഒരു സെറ്റാണെന്ന് കിട്ടി. അപ്പോൾ ഈ ഒരു സെറ്റിലുള്ള എലമെൻ്റ് ആണ് എക്സ്. അപ്പോൾ ആ എക്സ് എന്തായി തരും, വിച്ച് ഈസ് എ ക്ലസ്റ്റർ പോയിൻ്റ് ഓഫ് എഫ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുള്ളതെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. 3 implies 4, 4 implies 3 ഒക്കെ കഴിഞ്ഞൂടെ. ഇത്ര ഈസി ആയിട്ടാണ് പ്രൂഫ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ എത്തിയിരിക്കുന്നത് നമുക്ക് 1ഉം 2ഉം 3ഉം 4ഉം എല്ലാം ഈക്വലൻ്റ് ആണെന്നായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ 1ൽ നിന്ന് 2വിലെത്തി, 2വിൽ നിന്ന് ചാടി 3യിലെത്തി, 3യിൽ നിന്ന് 4ലോട്ടും പോയി, 4ൽ നിന്ന് 3ലോട്ടും വന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾക്ക് തിരിച്ച് 3ഉം 2ഉം 1 ഈക്വലൻ്റ് ആണെന്ന് പറയാൻ എന്ത് പറഞ്ഞാൽ മതി, 3 implies 1 എന്നും കൂടെ പറഞ്ഞാൽ മതി. അപ്പോൾ ഇതൊരു സൈക്കിളായിട്ട് എല്ലാം ഈക്വലൻ്റ് ആയി കഴിഞ്ഞു. ഓക്കെ, ഇനി 3 implies 1 പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇനി 3 implies 1 ആണ് പ്രൂവ് ചെയ്യാനുള്ളത്. സോ അതോടുകൂടി നമ്മളുടെ ഈ ഒരു തിയറത്തിൻ്റെ പ്രൂഫ് കംപ്ലീറ്റ് ആവും. അപ്പോൾ 3 implies 1. സപ്പോസ് എവറി ഫിൽറ്റർ ഓൺ എക്സ് ഹാസ് എ ക്ലസ്റ്റർ പോയിൻറ്റ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ അസ്യൂം ചെയ്തു. നമ്മൾക്ക് എക്സ് കോമ്പാക്റ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ എക്സ് കോമ്പാക്റ്റ് ആകാനുള്ള കണ്ടീഷൻ എന്താണ്, ഏത് ഓപ്പൺ കവർ യു എടുത്താലും അതിനൊരു ഫൈനൈറ്റ് സബ് കവർ ഉണ്ടായിരിക്കണം അല്ലേ. ഇനി നമ്മൾക്ക് എക്സ് കോമ്പാക്റ്റ് ആണെന്നാണല്ലോ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എക്സ് കോമ്പാക്റ്റ് അല്ലെന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ എക്സ് കോമ്പാക്റ്റ് അല്ല എന്ന് അസ്യൂം ചെയ്യുന്നത് എന്തിന് ഈക്വലാണ്, ദർ എക്സിസ്റ്റ് എൻ ഓപ്പൺ കവർ യു വിത്ത് നോ ഫൈനൈറ്റ് സബ് കവർ. അപ്പോൾ എന്താണ് എക്സ് കോമ്പാക്റ്റ് അല്ല എന്നതാണ് മീൻ ചെയ്യുന്നത്. സോ ഞാൻ അതാണ് ഇവിടെ അസ്യൂം ചെയ്യുന്നത്. ആൻഡ് ലെറ്റ് യു ബി എൻ ഓപ്പൺ കവർ ഓഫ് എക്സ് വിത്ത് നോ ഫൈനൈറ്റ് സബ് കവർ. ഓക്കെ, അപ്പോൾ യുവിന് എന്താണ് ഫൈനൈറ്റ് സബ് കവർ ഇല്ല എന്നാണ് മീൻ ചെയ്യുന്നത്. അതായത് യുവിൻ്റെ ഏത് ഫൈനൈറ്റ് സബ്സെറ്റ് ന്യൂ കൺസിഡർ ചെയ്താലും, യുവിൻ്റെ ഏത് ഫൈനൈറ്റ് സബ്സെറ്റ് ന്യൂ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും യൂണിയൻ ഓഫ് എലമെൻറ്റ്സ് ഇൻ ന്യൂ എന്ന് പറയുന്നത് ഒരിക്കലും എന്തിന് ഈക്വൽ ആവില്ല, എക്സിന് ഈക്വൽ ആവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ യുവിൻ്റെ ഏത് ഫൈനൈറ്റ് സബ്സെറ്റ് എടുത്താലും എക്സ് മൈനസ് യൂണിയൻ ഓഫ് എലമെൻറ്റ്സ് ഇൻ ന്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും,
നോൺ എം ടി ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് മൈൻഡിൽ വെക്കുക, ഞാൻ വീണ്ടും അത് യൂസ് ചെയ്യും. സോ ഇനിയൊരു സെറ്റ് കൺസിഡർ ചെയ്യാൻ പോകണം. കൺസിഡർ എഫ് വിച്ച് കൺസിസ്റ്റ് ഓഫ് all sets of the form x minus union of elements in nu. Sets of the form x minus union of elements in nu, where nu എന്തായിരിക്കണം, new subset of u ആയിരിക്കണം. And this means order of nu is, അതായത് cardinality of nu is finite. അതായത് ഇത്രയേ ഉള്ളൂ. യുവിൻ്റെ ഫൈനൈറ്റ് സബ്സെറ്റ്സ് എടുക്കുക, യുവിൻ്റെ ഫൈനൈറ്റ് സബ്സെറ്റ്സ് എടുക്കുക, അതിലുള്ള എലമെൻസിൻ്റെ യൂണിയൻ എടുക്കുക, എക്സ് മൈനസ് ദാറ്റ് യൂണിയൻ ആണ് ഈ ഒരു സെറ്റിൽ വരിക. ഓക്കെ ഓക്കെ അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രകാരം ഇതിലുള്ള ഓരോ എലമെൻറ്റ്സ് എന്തായിരിക്കും, നോൺ എം ടി ആയിരിക്കും. സോ അതുകൊണ്ട് എഫ് ഇസ് എ നോൺ എം ടി കളക്ഷൻ ഓഫ് നോൺ എം ടി സെറ്റ്സ് ആണ്. ഇനി ഒരു കാര്യം കൂടെ നോട്ട് ചെയ്യാം, നമ്മൾക്ക് യു ഓപ്പൺ കവർ ആയതുകൊണ്ട് യുവിലുള്ള എല്ലാ സെറ്റ്സും ഓപ്പൺ സെറ്റ്സ് ആണ്. അതുകൊണ്ട് ന്യൂ സബ്സെറ്റ് ഓഫ് യു എടുത്തു കഴിഞ്ഞാൽ ന്യൂവിലും എന്താണ്, ഓപ്പൺ സെറ്റ്സ് ആണുള്ളത്. സോ ദ യൂണിയൻ ഓഫ് ഓൾ എലമെൻറ്റ്സ് ഇൻ ന്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, യൂണിയൻ ഓഫ് ഓപ്പൺ സെറ്റ്സ് ആണ് വരുന്നത്. സോ ദിസ് ഈസ് ഓൾസോ ഓപ്പൺ, വിച്ച് മീൻസ് എക്സ് മൈനസ് യൂണിയൻ ഓഫ് എലമെൻറ്റ്സ് ഇൻ ന്യൂ എന്തായിരിക്കും, ക്ലോസ്ഡ് സെറ്റ് അല്ലേ. ഇതിൻ്റെ ഈ ഓപ്പൺ സെറ്റിൻ്റെ കോംപ്ലിമെൻ്റ് അല്ലേ വരുന്നത്. സോ ഈച്ച് ഓഫ് ദീസ് ആർ ക്ലോസ്ഡ് സെറ്റ്. അപ്പോൾ എഫ് എന്താണ്, നോൺ എം ടി കളക്ഷൻ ഓഫ് നോൺ എം ടി ക്ലോസ്ഡ് സെറ്റ്സ് ഇൻ എക്സ് ആണ്. ഓക്കെ, അത് മൈൻഡിൽ വെക്കുക. ഇനി ഞാൻ പ്രൂവ് ചെയ്യാൻ പോകുന്നത് എഫ് ഫിൽറ്റർ ബേസ് ആണെന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി കൺസിഡർ ടു എലമെൻറ്റ്സ് എ ബി ഇൻ എഫ്. അപ്പോൾ എഫിലുള്ള എല്ലാ എലമെൻറ്റ്സും ഈ പറഞ്ഞിരിക്കുന്ന ഫോമിലായിരിക്കും ഉണ്ടായിരിക്കുക, where nu1 and nu2 are contained in U and cardinality of each of them must be finite. Then A intersection B എന്ന് പറയുന്നത് intersection of these two sets ആയിരിക്കും. De Morgan's law വെച്ച് this is equal to x minus union of nu1 union nu2, union of nu1 union nu2 എന്ന് വരും. So this is equal to x minus, അതിനെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് എഴുതിയല്ലേ. സോ ഓക്കെ, അപ്പോൾ ഇനി ഇതിൽ നോക്കുക, nu1 union nu2 which is also a subset of u, and nu1 and nu2 ഫൈനൈറ്റ് ആയതുകൊണ്ട് ഈ ഒരു യൂണിയനും ഫൈനൈറ്റ് ആയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് എന്ത് പറയാം, നമ്മൾക്ക് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും, വിച്ച് ഇസ് ഓൾസോ ബിലോങ് ടു എഫ്. സോ ഫ്രം ദിസ് തിങ്സ് വി ക്യാൻ സേ ദാറ്റ് സിൻസ് u has no finite subcover, all elements of f are non-empty closed subsets of x, and f ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് എഫ് ഫിൽറ്റർ ബേസും ആണ്. ഇനി ഈ ഫിൽറ്റർ ബേസ് ജനറേറ്റ് ചെയ്യുന്ന ഫിൽറ്ററിന് ഞാൻ ജി എന്ന് ഡിനോട്ട് ചെയ്തു. ഓക്കെ, ലെറ്റ് ജി ബി ദ ഫിൽറ്റർ ജനറേറ്റഡ് ബൈ എഫ്. ബൈ അവർ അസംഷൻ ജി ഹാസ് എ ക്ലസ്റ്റർ പോയിന്റ്. നമ്മൾ അസ്യൂം ചെയ്തിരുന്നത് എന്താണ്, എല്ലാ ഫിൽറ്റേഴ്സിനും ക്ലസ്റ്റർ പോയിന്റ് ഉണ്ട്. സോ ജിക്ക് എന്താണ്, ഒരു ക്ലസ്റ്റർ പോയിന്റ് എക്സിസ്റ്റ് ചെയ്യും. ലെറ്റ് എക്സ് ബി എ ക്ലസ്റ്റർ പോയിന്റ് ഓഫ് ജി. ജിയുടെ ക്ലസ്റ്റർ പോയിന്റിന് ഞാൻ എക്സ് എന്ന് ഡിനോട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സ് എവിടെ ഉണ്ടായിരിക്കും, എക്സ് ബിലോങ്സ് ടു ഇൻ്റർസെക്ഷൻ ഓഫ് എഫ് ക്ലോഷർ സച്ച് ദാറ്റ് എഫ് ബിലോങ്സ് ടു ജി ആയിരിക്കും, ആണല്ലോ, ബൈ ദ ഡെഫിനിഷൻ ഓഫ് ക്ലസ്റ്റർ പോയിന്റ്. ഇനി ഞാൻ എന്തെടുക്കുന്നത് വെച്ചാൽ, ഫോർ ഈച്ച് യു ഇൻ യു കൺസിഡർ സിംഗിൾട്ടൺ യു. ആൻഡ് വാട്ട് ഈസ് ദ യൂണിയൻ ഓഫ് all elements in singleton u? ആകെ ഒരു എലമെൻറ്റ് ഏതിൽ വരുന്നുള്ളൂ. സോ ദിസ് യൂണിയൻ ഈസ് ഓൾസോ ഈക്വൽ ടു യു അല്ലേ, ആകെ ഒരു എലമെൻ്റ് അല്ലേ ഉള്ളൂ. അപ്പോൾ എക്സ് മൈനസ് യൂണിയൻ ഓഫ് ഓൾ എലമെൻറ്റ്സ് ഇൻ സിംഗിൾട്ടൺ യു എന്ന് പറയുമ്പോൾ എന്താണ്, എക്സ് മൈനസ് യു എന്ന് വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് യു. അപ്പോൾ നമ്മൾ എഫ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് പ്രകാരം നമ്മൾക്ക് എന്താണ്, എക്സ് മൈനസ് യു എവിടെ ഉണ്ടെന്ന് കിട്ടും, എഫിലുണ്ടെന്ന് കിട്ടും, ആണല്ലോ. So x minus u for each, ഇവിടെ താഴോട്ട് എഴുതാവേ, for each u in u x minus u belongs to f and f is contained in g, so x minus u belongs to g എന്ന് കിട്ടി. ഇനി u ഓപ്പൺ ആയതുകൊണ്ട് u belongs to u ആയതുകൊണ്ട് u ഓപ്പൺ ആയതുകൊണ്ട് x minus u ക്ലോസ്ഡ് ആണ്.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ എക്സ് മൈനസ് യു ക്ലോഷർ കൺസിഡർ ചെയ്താൽ അത് എന്ത് തന്നെയായിരിക്കും? എക്സ് മൈനസ് യു ആയിരിക്കും. സോ ദ സെറ്റ് ഓഫ് ഓൾ എക്സ് മൈനസ് യു സച്ച് ദാറ്റ് യു ബിലോങ്സ് ടു യു കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതെന്തായിരിക്കും? ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്നതിൽ നിന്ന് സം എലമെൻറ്റ്സ് മാത്രമാണ് ഇവിടെ വരുന്നത്. സോ ദിസ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ എഫ് ക്ലോഷർ സച്ച് ദാറ്റ് എഫ് ബിലോങ്സ് ടു ജി ആണ്. അപ്പോൾ അതുകൊണ്ട് ഇൻ്റർസെക്ഷൻ ഓഫ് ദ സെറ്റ് എഫ് ക്ലോഷർ സച്ച് ദാറ്റ് എഫ് ബിലോങ്സ് ടു ജി എന്ന് പറയുന്നത് കണ്ടെയ്ൻഡ് ഇൻ ദ ഇൻ്റർസെക്ഷൻ ഓഫ് എക്സ് മൈനസ് യു സച്ച് ദാറ്റ് യു ബിലോങ്സ് ടു യു ആയിരിക്കും ആണല്ലോ. ആൻഡ് ഇതിലുള്ളൊരു എലമെൻ്റ് ആണ് എക്സ്. സോ എക്സ് എവിടെയുണ്ട്? ഈ ഒരു ഇൻ്റർസെക്ഷനിലുണ്ടെന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നോട്ട് ചെയ്യുക, എക്സ് ഈ ഒരു ഇൻ്റർസെക്ഷനിലുണ്ട്. ഇനി ഈ ഒരു ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? എക്സ് മൈനസ് യൂണിയൻ ഓഫ് ഓൾ എലമെൻറ്റ്സ് ഇൻ യുവിന് ഈക്വലാണ്. പക്ഷേ യു ഓപ്പൺ കവർ ഓഫ് എക്സ് ആയതുകൊണ്ട് എക്സ് ഇസ് ഈക്വൽ ടു യൂണിയൻ ഓഫ് ഓൾ എലമെൻറ്റ്സ് ഇൻ യു ആയിരിക്കും. അതായത് എക്സ് മൈനസ് യൂണിയൻ ഓഫ് ഓൾ എലമെൻറ്റ്സ് ഇൻ യു എന്ന് പറയുന്നത് എന്തായിരിക്കും? എം ടി ആയിരിക്കും. ഈ എം ടി സെറ്റിലാണ് നമ്മൾക്കിപ്പോൾ ഒരു പോയിൻ്റ് ഉണ്ടെന്ന് കിട്ടിയത് അല്ലേ? സോ ദിസ് ഈസ് എ കോൺട്രഡിക്ഷൻ ഫോർ ദ ഡെഫിനിഷൻ ഓഫ് ഓപ്പൺ കവർ. സോ ദിസ് ഇംപ്ലൈസ് ദാറ്റ് അതായത് നമ്മളൊരു കോൺട്രഡിക്ഷനിൽ എത്തിയിട്ടുണ്ട്. സോ നമ്മൾ അസ്യൂം ചെയ്തത് തെറ്റാണ്. എന്തായിരുന്നു അസ്യൂം ചെയ്തത്? ആ യുവിനൊരു ഫൈനൈറ്റ് സബ് കവർ പോലും ഇല്ല എന്ന് അസ്യൂം ചെയ്തത്. സോ ദിസ് ഈസ് എ കോൺട്രഡിക്ഷൻ. അതുകൊണ്ട് നമ്മൾ അസ്യൂം ചെയ്തത് റോങ് ആണ്. And therefore every open cover of X must have a finite subcover. അപ്പോൾ എന്ത് കിട്ടി? എക്സ് കോമ്പാക്റ്റ് ആണെന്ന് കിട്ടി. അപ്പോൾ ഇതിൽ നിന്ന് നമ്മളുടെ ഈ ഒരു തിയറത്തിൻ്റെ ഫുൾ പ്രൂഫ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഓക്കെ, ഇനി നമ്മളുടെ ടോപ്പോളജിയിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിയറാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്, ടിക്നോഫ് തിയറം. അപ്പോൾ ഈ ഒരു തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. A non-empty product space is compact if and only each factor space is compact. അതൊരു പ്രൊഡക്റ്റ് സ്പേസ് കോമ്പാക്റ്റ് ആവാനുള്ള ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ എന്താണ്? എ പ്രൊഡക്റ്റ് സ്പേസ് ഈസ് കോമ്പാക്റ്റ്, എ നോൺ എംപ്റ്റി പ്രൊഡക്റ്റ് സ്പേസ് ഈസ് കോമ്പാക്റ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഈച്ച് ഓഫ് ദ ഫാക്ടർ സ്പേസ് ഈസ് കോമ്പാക്റ്റ്. അതായത് സപ്പോസ് എക്സ് ഇസ് ഈക്വൽ ടു ദിസ് പ്രൊഡക്റ്റ്. അങ്ങനെയാണെങ്കിൽ ഈ എക്സ് കോമ്പാക്റ്റ് ആണുള്ള ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ എന്താണ്? ഫോർ ഈച്ച് ആൽഫ ഇൻ ഐ എക്സ് ആൽഫ കോമ്പാക്റ്റ് ആവുക. സോ നമ്മൾക്കിതിൻ്റെ പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യാം. Suppose X is equal to this product space and this is a non-empty product space. Suppose this is a non-empty product space and also suppose that X is compact. നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? എക്സ് ആൽഫകളെല്ലാം കോമ്പാക്റ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. Now consider the projection mapping pi alpha from this product space to X alpha for each alpha. അപ്പോൾ എന്താണ്? പൈ ആൽഫ കണ്ടിന്യൂസും ആണ് ഓൺ ടു ആണ്. നമ്മൾക്കറിയാം പൈ ആൽഫ കണ്ടിന്യൂസും ആണ് ഓൺ ടു ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ we know that continuous image of any compact space is compact. നമ്മൾ കണ്ടിന്യൂസ് ഫങ്ഷൻസ് ഡിസ്കസ് ചെയ്യുന്ന ആ ഒരു സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടിന്യൂസ് ഫങ്ഷൻസ് എപ്പോഴും ഒരു കോമ്പാക്ട് സ്പേസിനെ കോമ്പാക്ട് സ്പേസിലോട്ട് മാത്രമേ മാപ്പ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അത് പ്രകാരം ഇവിടെ പൈ ആൽഫ കണ്ടിന്യൂസും ഓൺ ടു ആയതുകൊണ്ടും പ്രൊഡക്റ്റ് സ്പേസ് എക്സ് കോമ്പാക്റ്റ് ആയതുകൊണ്ടും മാറിപ്പോയോ? പൈ ആൽഫ കണ്ടിന്യൂസും ഓൺ ടുവും പിന്നെ പ്രൊഡക്റ്റ് സ്പേസ് എക്സ് കോമ്പാക്റ്റ് ആയതുകൊണ്ടും പൈ ആൽഫ ഓഫ് ദിസ് പ്രൊഡക്റ്റ് സ്പേസ് ഇസ് ഈക്വൽ ടു എക്സ് ആൽഫ എന്തായിരിക്കണം? കോമ്പാക്റ്റ് ആയിരിക്കണം. ആൻഡ് ദിസ് ഇസ് ട്രൂ ഫോർ ഈച്ച് ആൽഫ ഇൻ ഐ. അപ്പോൾ എന്ത് കിട്ടി? പ്രൊഡക്റ്റ് സ്പേസ് കോമ്പാക്റ്റ് ആണെങ്കിൽ അതിൻ്റെ എല്ലാ ഫാക്ടർ സ്പേസസും കോമ്പാക്റ്റ് ആണെന്ന് കിട്ടി. ഇനി ഇതിൻ്റെ കോൺവേഴ്സ് പാർട്ട് പ്രൂവ് ചെയ്യണം. സിമ്പിളാണ്, കണ്ടിട്ട് എത്രയേ ഉള്ളൂ പ്രൂവ് ചെയ്യാം. നമ്മൾ ഇതുവരെ പഠിച്ചിരുന്ന എല്ലാ തിയറിയും കൂടി ചേർത്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്. സോ കോൺവേഴ്സ്ലി സപ്പോസ് ദാറ്റ് ഈച്ച് ഫാക്ടർ സ്പേസ് ഈസ് കോമ്പാക്റ്റ്. ഈച്ച് ഓഫ് ദ ഫാക്ടർ സ്പേസ് കോമ്പാക്റ്റ് ആണെന്ന് അസ്യൂം ചെയ്യുക. വി വിഷ് ടു ഷോ ദാറ്റ് എക്സ് ഈസ് കോമ്പാക്റ്റ്. സപ്പോസ് അപ്പോൾ എക്സ് കോമ്പാക്റ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾക്ക് എന്ത് മതി? എക്സിലുള്ള എല്ലാ അൾട്രാ ഫിൽറ്റേഴ്സിനും
ഒരു അൾട്രാ ഫിൽറ്റേഴ്സും കൺവേർജ് ചെയ്യുമെന്ന് പറഞ്ഞാൽ മതി. തൊട്ട് മുന്നത്തെ തിയറി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എക്സ് കോമ്പാക്റ്റ് ആണെന്ന് പ്രൂവ് ചെയ്യുന്നത് എന്തിന് ഈക്വലൻ്റ് ആണ്? എക്സിലുള്ള എല്ലാ അൾട്രാ ഫിൽറ്റേഴ്സും കൺവേർജ് ചെയ്യുന്നു എന്ന് പറയുന്നതിന് ഈക്വലൻ്റ് ആണ്. സോ സപ്പോസ് എഫ് ഈസ് എൻ അൾട്രാ ഫിൽറ്റർ ഓൺ എക്സ് and suppose alpha belongs to I. We know that pi alpha of f is an ultra filter on x alpha. f xലുള്ള അൾട്രാ ഫിൽറ്റർ ആണെങ്കിൽ പൈ ആൽഫ ഓഫ് എഫ് എന്തായിരിക്കും? ആ സ്പേസ് എക്സ് ആൽഫയാണല്ലോ, അപ്പോൾ എക്സ് ആൽഫയിലുള്ള ഒരു അൾട്രാ ഫിൽറ്റർ ആയിരിക്കും. ഇത് നമ്മൾ മുന്നേ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൈ ആൽഫ ഓഫ് എഫ് എക്സ് ആൽഫയിലുള്ള അൾട്രാ ഫിൽറ്റർ ആയതുകൊണ്ടും എക്സ് ആൽഫ കോമ്പാക്റ്റ് ആയതുകൊണ്ടും തൊട്ട് മുന്നേ ഉള്ള റിസൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടും? പൈ ആൽഫ ഓഫ് എഫ് കൺവേർജ് ചെയ്യും. അപ്പോൾ അത് കൺവേർജ് ചെയ്യുന്ന പോയിൻ്റ് എക്സ് ആൽഫ ആണെന്ന് സപ്പോസ് ചെയ്യാം. ഓക്കെ, സിൻസ് എക്സ് ആൽഫ ഈസ് കോമ്പാക്റ്റ്, ചൂസ് എക്സ് ആൽഫ ഇൻ എക്സ് ആൽഫ സച്ച് ദാറ്റ് പൈ ആൽഫ ഓഫ് എഫ് കൺവേർജസ് ടു എക്സ് ആൽഫ ആൻഡ് ഡു ദിസ് ഫോർ ഈച്ച് ഐ. നമുക്കറിയാം, ഞാനിപ്പോൾ ആർബിട്രറി ആൽഫയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാ ആൽഫയിലും ട്രൂ ആണ്. സോ ഫോർ ഈച്ച് ആൽഫ ഇൻ ഐ വി ക്യാൻ ഫൈൻഡ് എ എക്സ് ആൽഫ. ഇപ്പോൾ ഞാൻ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നു, എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ആൽഫ സച്ച് ദാറ്റ് ആൽഫ ബിലോങ്സ് ടു ഐ. അത് ഈ എക്സ് ആൽഫാസ് കോർഡിനേറ്റ്സ് ആയിട്ട് വരുന്ന പോയിന്റ് ഇൻ എക്സ് കൺസിഡർ ചെയ്യാം. വി നോ ദാറ്റ് എ ഫിൽറ്റർ എഫ് ഇൻ എക്സ് converges if and only if the filter pi alpha of f converges in x alpha for each alpha in I. അപ്പോൾ അത് പ്രകാരം ഇവിടെ പൈ ആൽഫ ഓഫ് എഫ് കൺവേർജസ് ടു എക്സ് ആൽഫ ഇൻ എക്സ് ആൽഫ ഫോർ ഈച്ച് ആൽഫ ഇൻ ഐ ആയതുകൊണ്ട് നമ്മൾക്ക് ഈ റിസൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എഫ് കൺവേർജസ് ടു എക്സ് എന്ന് കിട്ടും. സോ എന്താണ് ഈ ഒരു അൾട്രാ ഫിൽറ്റർ എവിടെ കൺവേർജ് ചെയ്യുന്നുണ്ട്? എക്സിൽ കൺവേർജ് ചെയ്യുന്നുണ്ട്. ആൻഡ് എഫ് നമ്മൾ ആർബിട്രറി ചൂസ് ചെയ്ത അൾട്രാ ഫിൽറ്റർ ആയിരുന്നു. സോ നമ്മൾക്ക് എന്ത് പറയാം? എവറി അൾട്രാ ഫിൽറ്റർ കൺവേർജസ് ഇൻ എക്സ് എന്ന് പറയാം. ആൻഡ് ദിസ് ഇംപ്ലൈസ് ദാറ്റ് എക്സ് ഈസ് കോമ്പാക്റ്റ്. അപ്പോൾ നമ്മൾക്ക് എന്താണ് ഈ ഒരു പ്രൂഫ് ഇവിടെ കംപ്ലീറ്റ് ആയി. ടിക്നോഫ് തിയറത്തിൻ്റെ പ്രൂഫ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തു. പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ എങ്കിലും ആക്ച്വലി നമ്മളിതിൽ കുറേ അധികം പ്രൂഫ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, റിസൾട്ടുകൾ കുറേ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ചുരുങ്ങിയിരിക്കുന്നത്. സോ ഇതെല്ലാം പഠിക്കണമെങ്കിൽ ഇതിന് മുൻപേ ഉള്ള എല്ലാ റിസൾട്ടുകളും അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ഇതോടുകൂടി മൊഡ്യൂൾ 2 ഇവിടെ തീരുകയാണ്.